വിനോദ് മൈക്ക് ഓഫ് ചെയ്ത് പോയി. വിനോദും പയസും മൈക്ക് ഓഫ് ചെയ്ത് പോയി. മൈക്ക് ഓഫ് ചെയ്യുന്നവന് അതെ ഞാൻ മൈക്ക് ഒന്ന് ഓഫ് ചെയ്തേ. മൈക്കൊക്കെ ഞാൻ ഓഫ് ചെയ്തോളാം, നിങ്ങൾ ഓണാക്കാതിരുന്നാൽ മതി. എന്നാലും എനിക്ക് ഓണാക്കണമല്ലോ. നിങ്ങൾ ഓണാക്കാതിരുന്നാൽ മതി, ഞാൻ ഓഫ് ചെയ്തോളാം. അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. രാജമാഷെ മൈക്ക് ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ. ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഡോൺ വറി. യെസ്, തുടങ്ങാം. സ്ക്രീൻ കാണാമല്ലോ. നമ്മൾ പറഞ്ഞ ഇതാണ്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ച്. 5 അംഗ ബെഞ്ച് എന്ന് പറഞ്ഞാൽ ഭരണഘടനാ ബെഞ്ച്. ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ 5 അംഗ ഭരണഘടനാ ബെഞ്ച് പറഞ്ഞത് 20/8/2014 ഇത് 5 അംഗ ബെഞ്ച് ചിന്നയ്യ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നൊരു കേസുണ്ടായിരുന്നു. അത് ഭരണഘടനയുടെ 338 ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം, അത് റിവൈസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ 338 എന്താണെന്ന് നോക്കണ്ടേ. 338 എന്ന് പറയുന്നത് നോക്കൂ. ദേശീയ പട്ടികജാതി കമ്മീഷൻ. ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പറയുന്നതാണ് 338. അപ്പം ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ അവകാശങ്ങളും അധികാരങ്ങളും ഇവിടെ പറയുന്നു. അത് ഞാൻ ഒന്ന് വായിക്കാം, ശ്രദ്ധിച്ചിരിക്കണം. പോയിന്റ് നോട്ട് ചെയ്യാനുള്ളവർ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പട്ടികജാതിക്ക് വേണ്ടി ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഒരു കമ്മീഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. ദേശീയ തലത്തിൽ പട്ടികജാതിക്കാർക്ക് ഒരു കമ്മീഷൻ ഉണ്ടാകണം എന്ന് ഇത് പറയുന്നു, ദേശീയ പട്ടികജാതി കമ്മീഷൻ. അടുത്ത് എന്ത് പറയുന്നു? ഇതിലേക്ക് പാർലമെന്റ് ഉണ്ടാക്കിയ ഏതെങ്കിലും നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി കമ്മീഷൻ ഒരു ചെയർപേഴ്സണെയും വൈസ് ചെയർപേഴ്സണെയും മറ്റു 3 അംഗങ്ങളെയും അടങ്ങിയിരിക്കും. ദേശീയ പട്ടികജാതി കമ്മീഷന് ചെയർമാൻ ഉണ്ടാവും, ഒരു വൈസ് ചെയർമാൻ ഉണ്ടാവും, 3 മറ്റംഗങ്ങളുണ്ടാവും. പിന്നെന്ത് പറയുന്നു? അങ്ങനെ നിയമിക്കപ്പെട്ട ചെയർപേഴ്സണെയും വൈസ് ചെയർപേഴ്സണെയും മറ്റംഗങ്ങളെയും സേവന വേതന വ്യവസ്ഥകൾ ഔദ്യോഗിക കാലത്തേക്ക് ഒരു ചട്ടം വഴി രാഷ്ട്രപതി തീരുമാനിക്കും. അപ്പോൾ പട്ടികജാതി കമ്മീഷൻ്റെയും സേവന വേതന വ്യവസ്ഥകൾ തീരുമാനിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതിനുള്ള ചട്ടം ഉണ്ടാക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാണെന്ന് പറഞ്ഞാൽ പാർലമെൻറ്റാണ്, അല്ലാതെ രാഷ്ട്രപതിക്ക് പ്രത്യേകമായ അധികാരമൊന്നുമില്ലല്ലോ. അങ്ങനെ രാഷ്ട്രപതിക്ക് പ്രത്യേകമായ അധികാരമൊന്നും ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. പാർലമെൻറ്റിൻ്റെ രാജ്യസഭയുടെയും ലോകസഭയുടെയും അധികാരം മാത്രമേ രാഷ്ട്രപതിക്കുള്ളൂ, അല്ലാതെ ഒരു അധികാരമില്ല. പിന്നെ പറയുന്നത് എന്താ? കമ്മീഷൻ്റെ ചെയർപേഴ്സണെയും പട്ടികജാതി കമ്മീഷൻ്റെ ചെയർപേഴ്സണെയും വൈസ് ചെയർപേഴ്സണെയും മറ്റംഗങ്ങളെയും തൻ്റെ കയ്യൊപ്പും മുദ്രയും വെച്ച് രാഷ്ട്രപതി അപ്പോയിൻമെൻ്റ് ചെയ്യും. 338(4) പറയുന്നത് കമ്മീഷന് അതിൻ്റെ തന്നെ നടപടിക്രമങ്ങളെ ക്രമപ്പെടുത്താൻ അധികാരമുണ്ടായിരിക്കും. ഇപ്പോൾ കമ്മീഷൻ്റെ വേണ്ടിയുള്ള റൂൾസൊക്കെ ഉണ്ടാക്കുന്ന കമ്മീഷനാണെന്നാണ് പറയുന്നത്. സുന്ദരൻ എന്ന് പറയുന്ന ആൾ സ്ക്രീൻ ഷെയർ ചെയ്യല്ലേ, സംഭവം ഹാങ് ആയിപ്പോകും കേട്ടോ. സുന്ദരൻ സ്ക്രീൻ ഷെയറിങ് മാറ്റണം. കമ്മീഷന് അതിൻ്റെ തന്നെ നടപടിക്രമങ്ങളെ ക്രമപ്പെടുത്താൻ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. പട്ടികജാതിക്കാർക്ക് ഭരണഘടനാ പ്രകാരമോ തത്സമയം പ്രാബല്യമുള്ള മറ്റേതെങ്കിലും അധികാരപ്രകാരമോ നിയമപ്രകാരമോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ മറ്റേതെങ്കിലും ഉത്തരവ് പ്രകാരമോ
വ്യവസ്ഥ ചെയ്തിട്ടുള്ള പരിരക്ഷകൾ സംബന്ധിച്ച എല്ലാ സംഗതികളെക്കുറിച്ചും അന്വേഷിക്കാൻ പട്ടികജാതി കമ്മീഷൻ അധികാരമുണ്ടായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് പട്ടികജാതി കമ്മീഷന് വിശാലമായ അധികാരമുണ്ട്. പട്ടികജാതിക്കാരുടെ സംവരണം നടപ്പാക്കുന്നുണ്ടോ, ഇതൊക്കെ അന്വേഷിക്കാനുള്ള അധികാരം പട്ടികജാതി കമ്മീഷനുണ്ട്. പക്ഷേ ഒന്നും നടക്കുന്നില്ലെന്നേ ഉള്ളൂ. പട്ടികജാതിക്കാർക്കുള്ള അവകാശങ്ങളും പരിരക്ഷകളും ഇല്ലാതാക്കിയാൽ അത് സംബന്ധിച്ച് പരാതി അന്വേഷിക്കുന്നതിനും പട്ടികജാതി കമ്മീഷൻ അധികാരമുണ്ട്. പട്ടികജാതിക്കാരുടെ സാമൂഹ്യ സാമ്പത്തികവുമായ ആസൂത്രണങ്ങളുടെ പ്രക്രിയകൾ പങ്കെടുക്കുവാനും ഉപദേശിക്കാനും പട്ടികജാതി കമ്മീഷൻ അധികാരമുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. പഞ്ചാബ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് പട്ടികജാതിക്കാരിൽ പയസ് ഇതുവരെ ആ മൈക്ക് ഓഫാക്കിയില്ലല്ലോ, ഞാൻ ഓഫാക്കിയത് വീണ്ടും ഓണാക്കി വെച്ചേക്കാണ്. പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് പട്ടികജാതിക്കാർ പിന്നോക്കക്കാരാണ്, സാമ്പത്തികമായി പിന്നോക്കക്കാരാണ്, വിദ്യാഭ്യാസപരമായി പിന്നോക്കക്കാരാണ്. എങ്കിലും ആ പിന്നോക്കത്തിനകത്ത് വീണ്ടും പിന്നോക്കക്കാരുണ്ട്. അതുകൊണ്ട് ആ രണ്ടാമത്തെ പിന്നോക്കക്കാർക്ക് പട്ടികജാതി മൊത്തം സംവരണത്തിൻ്റെ 50% സംവരണം കൊടുത്തു. ആ സംവരണത്തിനെ എതിർത്തുകൊണ്ട്, ആ നിയമനിർമ്മാണത്തിനെ എതിർത്തുകൊണ്ട് ഹൈക്കോടതി, പഞ്ചാബിലെയും ഹരിയാനയിലെയും ഹൈക്കോടതി, പഞ്ചാബിനും ഹരിയാനയ്ക്കും കൂടെ ഒരു ഹൈക്കോടതി ഉണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ആ ഉത്തരവിനെ റദ്ദ് ചെയ്തു. അതിനെതിരെ വന്ന അപ്പീലാണ് ഇപ്പോഴത്തെ കേസ്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, നോക്കിക്കോളൂ, സ്ക്രീനിലേക്ക് നോക്കൂ. ഇനി നമ്മൾ അടുത്ത പറയുന്നത് എന്താ? ആൻഡ് നോട്ട് കറക്റ്റ്ലി ഫോളോ ദ എക്സ്പോസിഷൻസ് ഓഫ് ദി ഇന്ദിരാ സൊഹാനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇന്ദിരാ സൊഹാനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു കേസുണ്ടായിരുന്നു. അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാതെയാണ് പഞ്ചാബ് ഗവൺമെൻറ് നിയമനിർമ്മാണം നടത്തിയിട്ടുള്ളത്. അത് 16(1)നും 16(4)നും 338നും 341നും എതിരാണ് എന്നാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വാദം. 16(1) എന്താ പറയുന്നേ? 16(1) നിങ്ങൾ ഭരണഘടന എടുത്ത് നോക്കിയാൽ അവിടെ പറയുന്നത് ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നാണ് 16(1) പറയുന്നത്. എന്താ പറയുന്നത്? പൊതുജീവനം സംബന്ധിച്ച വിഷയങ്ങളിൽ അവസര സമത്വം ഉണ്ടാകണം. പൊതുജീവനം സംബന്ധിച്ച വിഷയങ്ങളിൽ അവസര സമത്വം ഉണ്ടാകണം. എല്ലാ പൗരന്മാർക്കും രാഷ്ട്രത്തിൻ്റെ കീഴിൽ ജീവിക്കുന്നതിനോ അഥവാ ഏതെങ്കിലും ഉദ്യോഗങ്ങളുടെ നിയമനത്തെയോ സംബന്ധിച്ച വിഷയങ്ങളിൽ അവസര സമത്വം ഉണ്ടാകണമെന്നാണ് 16(1) പറയുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? പട്ടികജാതിക്കാരിൽ 50% പേരെ, മൊത്തം പട്ടികജാതിക്കാരിൽ 50% പേർക്ക് സംവരണം കൊടുത്ത്, അത് വാത്മീകി എന്ന് പറയുന്ന ഒരു ജാതിക്കും സിക്കിലെ പട്ടികജാതിക്കാർക്കും സംവരണം കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് മാത്രമേ ബാക്കിയുള്ള പട്ടികജാതിക്കാർക്ക് കൊടുക്കൂ എന്നാണ് പഞ്ചാബ് സംസ്ഥാനം പാസാക്കിയ പുതിയ നിയമത്തിലുള്ളത്. അത് 16(1)ന് വിരുദ്ധമാണ് എന്നാണ് ഇവിടുത്തെ ഒരു വാദം. രണ്ടാമത്തെ വാദം 16(4)ന് വിരുദ്ധമാണ്. 16(4) എന്താ പറയുന്നത്? ഈ അനുച്ഛേദത്തിലെ യാതൊന്നും രാഷ്ട്രത്തിൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള സർവീസുകളിൽ മതിയായിടത്തോളം പ്രാധാന്യം ലഭിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പൗരന്മാർക്ക് നിയമനങ്ങളിലോ തസ്തികകളിലോ സംവരണം ചെയ്യുന്നതിന് ഏതെങ്കിലും വ്യവസ്ഥ ഉണ്ടാക്കുന്നതിന് രാഷ്ട്രത്തെ തടയുന്നില്ല. എന്ന് പറഞ്ഞാൽ നിലവിൽ പട്ടികജാതിക്കാർക്ക് ജനസംഖ്യാനുപാതികമായ സംവരണം കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ എല്ലാ പോസ്റ്റുകളിലും കൺസോളിഡേറ്റഡ് സർവീസ്, ഓൾ ഇന്ത്യ സർവീസ്, ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ജുഡീഷ്യൽ സർവീസ്, UGC സർവീസ്, സ്റ്റേറ്റ് സർവീസിൽ ജനസംഖ്യാനുപാതിക സംവരണം കിട്ടിയിട്ടില്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേക നിയമനം നടത്താം, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്, പ്രമോഷൻ കൊടുക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇതൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഈ വ്യവസ്ഥയ്ക്കെതിരാണ് നിലവിലുള്ള നിയമം എന്നാണ് പറയുന്നത്. പിന്നെ 338-നെതിരാണ് എന്ന് പറയുന്നു. 338 നമ്മൾ വായിച്ച് കേൾപ്പിച്ചതാ അല്ലേ? 338-നെതിരാണെന്ന് പറയുന്നു. 338 എന്താ പറയുന്നേ? 338 പറയുന്നത് ദേശീയ പട്ടികജാതി കമ്മീഷൻ. പിന്നെ 341-നെതിരാണെന്ന് പറയുന്നു. 341 എന്താ പറഞ്ഞേക്കുന്നേ? 341 പറയുന്നത്
ഒന്ന് പട്ടികജാതികൾ എന്താണെന്നാണ്. പട്ടികജാതിയെ തരംതിരിക്കുന്നത് പ്രസിഡൻഷ്യൽ ഓർഡർ വഴിയാണ്, അല്ലാതെ കോടതികളല്ല. നോക്കൂ, പട്ടികജാതികൾ രാഷ്ട്രപതിക്ക് ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെയോ യൂണിയൻ പ്രദേശത്തെയോ സംബന്ധിച്ച് അത് ഒരു സംസ്ഥാനമാണെങ്കിൽ അവരുടെ ഗവർണറോട് ആലോചിച്ചുകൊണ്ട് പൊതുവിജ്ഞാപനം വഴി ആ സംസ്ഥാനത്തിൻ്റെയോ യൂണിയൻ പ്രദേശത്തിൻ്റെയോ അതാത് സംഗതി പോലെ ഈ ഭരണഘടനയുടെ ആവശ്യങ്ങൾക്ക് പട്ടികജാതിക്കാരായി കരുതേണ്ട ജാതികളെയും വർഗങ്ങളെയും ഗോത്രങ്ങളെയും അല്ലെങ്കിൽ പട്ടികജാതിക്കാരുടെ വർഗക്കാരുടെയും ഗോത്രങ്ങളെയും അല്ലെങ്കിൽ അവയുടെ അന്തര വിഭാഗങ്ങളെയും എന്ത് ചെയ്യാവുന്നതാണ്, തരംതിരിക്കാവുന്നതാണ്. അപ്പോൾ പട്ടികജാതിക്ക് അകത്താണെങ്കിലും പുറത്താണെങ്കിലും പട്ടികജാതിക്കാരെ തരംതിരിക്കേണ്ടത് ആരാണ്? ഒരു ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ല, മറിച്ച് ആരാണ്? പാർലമെൻ്റ് ആണ് എന്നാണ് ഇവിടുത്തെ പുതിയ വാദം. പിന്നെ ഒന്നാം ഖണ്ഡപ്രകാരം പുറപ്പെടുവിച്ചുള്ള ഒരു വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള പട്ടികജാതികളുടെ ലിസ്റ്റ് പാർലമെൻറ്റിന് നിയമം വഴി ഏതെങ്കിലും ജാതിയെയോ വർഗത്തെയോ ഗോത്രത്തെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജാതിയെയോ വർഗത്തെയോ ഗോത്രത്തെയോ ത്തിൻ്റെ ഭാഗമായും അവയുടെ അവാന്തര വിഭാഗങ്ങളെ ഉൾപ്പെടുത്തുകയോ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്യാവുന്നതും, എന്നാൽ മുൻപറഞ്ഞ രീതിയിൽ ഒഴികെ ഖണ്ഡപ്രകാരം പുറപ്പെടുവിക്കുന്ന വിജ്ഞാപനം അതും ആ വിജ്ഞാപനവും എന്തു വേണം, ഒരു പ്രസിഡൻഷ്യൽ ഓർഡർ വഴി മാത്രമേ നടപ്പാക്കാൻ പറ്റൂ. അതിലും ആർക്ക് അധികാരമില്ല? സംസ്ഥാന ഗവൺമെൻറ്റിന് അധികാരമില്ല എന്നാണ് വളരെ വ്യക്തമായി ആര് വാദിച്ചിട്ടുള്ളത്? ഇവിടെ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കേസിനെ കുറിച്ചൊരു കാര്യം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി രണ്ടാമത്തെ പാരഗ്രാഫ് അത് നോക്കൂ. വി എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജിമാർ. വി ഇൻ ഓർഡർ ടു കൺസിഡർ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഓഫ് സെക്ഷൻ 4 സബ് ക്ലോസ് 5 ഓഫ് പഞ്ചാബ് ഷെഡ്യൂൾഡ് കാസ്റ്റ് നോക്കൂ, വി എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിലെ 5 അംഗ ജഡ്ജിമാർ. ഇൻ ഓർഡർ ടു കൺസിഡർ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഓഫ് സെക്ഷൻ 4 ക്ലോസ് 5 ഓഫ് ദ പഞ്ചാബ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ബാക്ക്വേർഡ് ക്ലാസ് റിസർവേഷൻ ഇൻ സർവീസ് ആക്ട് 2006, ഇൻ ഷോർട്ട് ദ പഞ്ചാബ് ആക്ട്, ഇൻ ദ മാറ്റർ റെഫേർഡ് ദ ഫോളോയിങ് ഇഷ്യൂസ് ആർ ഫ്രെയിംഡ്. നോക്കൂ, ഇവിടെ പറഞ്ഞത് ഈ കേസ് സുപ്രീം കോടതിയുടെ കയ്യിലെത്തിയപ്പോൾ സുപ്രീം കോടതി ഹലോ ടി ആർ ബാലകൃഷ്ണൻ വെയിറ്റ് ചെയ്യുന്നു. ബാലകൃഷ്ണൻ സാറ്, നമ്മുടെ രാമൻ ബാലകൃഷ്ണൻ സാർ വെയിറ്റ് ചെയ്യുന്നു. അയാൾ വന്നല്ലോ, അദ്ദേഹത്തിന് വന്നു. ബാലകൃഷ്ണൻ സാർക്ക് എപ്പോഴേ വന്നു. അല്ല, അദ്ദേഹത്തിന് കിട്ടുന്നില്ല. അപ്പൊ വിളിച്ചു പറയാൻ പറഞ്ഞു. ഞാൻ അഡ്മിറ്റ് ചെയ്തു. ശരി. ആ മൈക്കൽ ഓഫ് ചെയ്തു പോയി. മൈക്ക് ഓഫ് ചെയ്യുന്നു. ആര് ചെയ്തു? മണിയപ്പ സാറേ, അവിടെ കുട്ടികൾ പറയുന്ന പോലും ഇവിടെ കേൾക്കാം. മൈക്ക് ഓഫ് ചെയ്തു പോയി. യെസ്, നമ്മളെന്താ പറഞ്ഞേ? വി എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിലെ 5 അംഗ ബെഞ്ച്. വി in order to consider the constitutional validity of section 4 clause 5 of the Punjab scheduled caste and backward class reservation in service 2006, in short Punjab Act. അപ്പോൾ പഞ്ചാബിൽ ഒരു നിയമം ഉണ്ടായല്ലോ, ആ നിയമത്തിൻ്റെ പേര് പഞ്ചാബ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ബാക്ക്വേർഡ് ക്ലാസസ് റിസർവേഷൻ സർവീസ് ആക്ട് 2006 എന്നാണ് പഞ്ചാബ് ആക്ടിൻ്റെ പേര്. ആ ആക്ടിലെ സെക്ഷൻ 4 സബ് ക്ലോസ് 5 പ്രകാരം ആ 4 സബ് ക്ലോസ് 5 എന്നുള്ളത് ഭരണഘടനാപരമായി സാധുത ഉള്ളതാണോ എന്നതാണ് ഈ കേസിൻ്റെ പ്രധാന ക്വസ്റ്റ്യൻ. അത് പരിഗണിക്കുന്നതിന് വേണ്ടി 4/2/2020 താഴെ പറയുന്ന 3 ക്വസ്റ്റ്യനുകൾ സുപ്രീം കോടതി ഫ്രെയിം ചെയ്തിട്ടുണ്ട് ഈ കേസ് തീരുമാനിക്കാൻ വേണ്ടി. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വെദർ ദ പ്രൊവിഷൻസ് കണ്ടെയ്ൻ ഇൻ അണ്ടർ സെക്ഷൻ 4 സബ് ക്ലോസ് 5 ഓഫ് ദ പഞ്ചാബ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ബാക്ക്വേർഡ് ക്ലാസസ് റിസർവേഷൻ ആക്ട് 2006 ആർ കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ്. അത് വളരെ സിമ്പിളാണ്. അത് ഈ പറഞ്ഞിരിക്കുന്നത് പഞ്ചാബ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ബാക്ക്വേർഡ് ക്ലാസ് റിസർവേഷൻ സർവീസ് ആക്ട് 2006 സെക്ഷൻ 4 സബ് ക്ലോസ് 5 ഭരണഘടനാപരമായി നിലനിൽക്കുമോ ഇല്ലയോ? ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വെദർ ദ സ്റ്റേറ്റ് ഹാഡ് ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസ് ടു എനാക്ട് ദ പ്രൊവിഷൻസ് കണ്ടെയ്ൻ ഇൻ അണ്ടർ സെക്ഷൻ 4 സബ് ക്ലോസ് 5 ഓഫ് ദി ആക്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഈ പഞ്ചാബ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ് ആക്റ്റിൽ 4 സബ് ക്ലോസ് 5 എന്ന് പറയുന്നൊരു ക്ലോസ് ചേർത്ത് വെക്കുന്നതിന് വേണ്ടി ഒരു സംസ്ഥാന നിയമസഭയ്ക്ക് അധികാരമുണ്ടോ? ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, whether the decision of E.V. Chinnaya versus State of Andhra Pradesh reported in 2005-1 സുപ്രീം കോർട്ട് 394, അതായത് ചിന്നയ്യ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നൊരു കേസുണ്ടായിരുന്നു. അത് 2005 സുപ്രീം കോർട്ട് കേസിൽ 394 പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ കേസിൻ്റെ വിധിന്യായം റിവേഴ്സ് ചെയ്യേണ്ടതുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. അങ്ങനെ 3 ക്വസ്റ്റ്യനാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മളല്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ച്, ഭരണഘടനാ ബെഞ്ച് ഫ്രെയിം ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഡൗട്ടൊക്കെ എഴുതി വെക്കണം കേട്ടോ, ഇടയ്ക്ക് ചോദിക്കല്ലേ. നമുക്ക് ഒരു 9 മണിയാകുമ്പോഴത്തേന് ഇത് നിർത്തും, അതിനുശേഷം നമുക്ക് ചർച്ചയിലേക്ക് പോവാം. ദ ബാക്ക്ഗ്രൗണ്ട് ഫാക്ട്സ് ആർ ദ പഞ്ചാബ് ഗവൺമെൻറ് ബൈ സർക്കുലർ 1818 SW 75/10/451 ഡേറ്റഡ് 5/5/1975 provided that out of states reserved from the scheduled caste 50% of the vacancies would be offered to Valmikis and Mazhabi Sikh. ആ സെൻറ്റൻസ് പറഞ്ഞിട്ട് നമുക്കങ്ങ് പോവാം. ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്റ്ററി, അതായത് കഥ എന്ന് പറയുന്നത്, പഞ്ചാബ് ഗവൺമെൻറ് 1975 5/5/1975 സർക്കുലർ നമ്പർ 1818 SW 75/10/451 എന്ന് പറയുന്ന സർക്കുലർ ഇറക്കുകയും ആ സർക്കുലറിൽ മൊത്തം പട്ടികജാതിക്കാരുടെ സംവരണത്തിൻ്റെ 50% വാൽമീകി എന്ന് പറഞ്ഞ സമുദായത്തിനും മസഹാബി എന്ന് പറയുന്ന സിഖ് സമുദായത്തിനും കൊടുത്തു. ഇതാണ് ആ സെൻറ്റൻസ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് പറഞ്ഞത് എന്താണെന്നറിയാമോ? The circular was struck down by the division bench of the Punjab and Haryana court wide judgment 25/7/2006. 25/7/2006 എന്ന് പറയുന്ന ദിവസം ആ മുകളിൽ പറഞ്ഞ സർക്കുലറിനെ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് റദ്ദ് ചെയ്ത് കളഞ്ഞു. അതിൻ്റെ അപ്പീലുമായി ആര് വന്നിട്ടുണ്ട്? പഞ്ചാബ് സംസ്ഥാനം സുപ്രീം കോടതിയിൽ വന്നു. SLP പ്രകാരം ദ കോർട്ട് ഡിസ്മിസ് ദ SLP എഗൻസ്റ്റ് ദ സെയിം ഇൻ 10/3/2008. 10/3/2008 പഞ്ചാബ് കൊണ്ടുവന്ന സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ, അപ്പീൽ എടുക്കുന്നതിന് മുമ്പേ അവിടെ സുപ്രീം കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യണം, അതിനെയാണ് സ്പെഷ്യൽ ലീവ് എന്ന് പറയുന്നത്. ആ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ എന്ത് ചെയ്തു? അത് ഫയലിൽ സ്വീകരിച്ചില്ല. അതുകൊണ്ട് ആ ഉദ്യമം പരാജയപ്പെട്ടു. ഇനി പാരഗ്രാഫ് നമ്പർ 4, ദ പഞ്ചാബ് ആക്ട് വാസ് നോട്ടിഫൈഡ് ഇൻ 5/10/2006. അതിനുശേഷം ഈ പഞ്ചാബ് ആക്ട് എന്ന് പറയുന്ന ആക്ട് 5/10/2006 നോട്ടിഫൈ ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഈ ഓർഡർ റദ്ദ് ചെയ്തതിന് മുമ്പേ നോട്ടിഫൈ ചെയ്തു. എവിടെയാണ്? 25/7/2006 ഹൈക്കോടതി, പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആ സർക്കുലർ റദ്ദ് ചെയ്തപ്പോൾ 5/10/2006 പുതിയ നിയമം ഉണ്ടാക്കി. സെക്ഷൻ 4 സബ് ക്ലോസ് 5 ഓഫ് ദി പഞ്ചാബ് ആക്ട് മെയ്ഡ് സിമിലർ പ്രൊവിഷൻ ആസ് വെയർ മെയ്ഡ് ഇൻ ദ സർക്കുലർ. സർക്കുലറിൽ എന്തായിരുന്നോ ഉണ്ടായിരുന്നത് അതേ പ്രൊവിഷൻ തന്നെ നിയമത്തിലും ഉണ്ടാക്കി. It stipulated that the 50% of the vacancies quotas reserved for the scheduled caste in direct recruitment shall be offered to Valmikis and Mazhabi Sikh subject to their availability by providing first preference. അതാണ് അടുത്ത കാര്യം. പ്രൊവൈഡിങ് ഫസ്റ്റ് പ്രിഫറൻസ് എമംഗ് ദ മോസ്റ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് കാൻഡിഡേറ്റ്സ്. നോക്കൂ, ഇനി പഞ്ചാബിൽ ജോലിക്കൊരാളെ എടുക്കുന്നതിന് വേണ്ടി എന്തു ചെയ്യും? വാത്മീകി സമുദായത്തിൽ നിന്നും മഷഹാവി സമുദായത്തിൽ നിന്നും ഉള്ളവരെ 50% പേരെ എടുത്തതിന് ശേഷമേ പഞ്ചാബിലെ പട്ടികജാതിക്കാരെയും പട്ടികവർഗക്കാരെയും സർക്കാർ സർവീസിലേക്ക് എടുക്കുള്ളൂ. ഇതാണ് എന്ത് പറയുന്നത്? നിയമത്തിൻ്റെ 4 സബ് ക്ലോസ് 5 അത് തന്നെയാണ് സർക്കുലറും ഉണ്ടായിരുന്നത്. ഓക്കെ, അടുത്തത് നോക്കൂ, 5. The division bench of the Punjab and Haryana High Court struck down the provision contained
സെക്ഷൻ 4 സബ്ക്ലോസ് 5 ഓഫ് ദി പഞ്ചാബ് ആക്ട് വൈഡ് ജഡ്ജിമെൻറ്റ് 29/3/2010 റിലൈങ് അപ്പോൺ ദ ഡിവിഷൻ ഓഫ് ചിന്നയ്യ കേസ്. എന്നിട്ട് എന്ത് ചെയ്തു? അത് വീണ്ടും കോടതി കയറുകയും പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് എന്ന് പറഞ്ഞാൽ 2 അംഗ ബെഞ്ച് മുമ്പേ ഉണ്ടായിരുന്ന ആക്ടിൻ്റെ സെക്ഷൻ 4 സബ്ക്ലോസ് 5 എന്ന് പറഞ്ഞാൽ മുമ്പേ സർക്കിളിൽ ഉണ്ടായിരുന്ന കാര്യം 29/3/2010 റദ്ദ് ചെയ്യുകയും ആ 2010 റദ്ദ് ചെയ്യുന്നതിന് വേണ്ടി ഇ വി ചിന്നയ്യ വേഴ്സസ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന ജഡ്ജിമെൻറ്റ് ഉദ്ധരിക്കുകയും ചെയ്തു. ഓക്കെ, അതാണ് 5ാമത്തെ പാരഗ്രാഫ് പറഞ്ഞത്. ഇനി 6. The constitutional validity of section 4 subclause 5 of the Punjab Act depends upon whether any such classification can be made within the class of scheduled caste and scheduled tribe are to be treated as a homogeneous class. അവിടെയാണ് പ്രധാന ക്വസ്റ്റ്യൻ ഇപ്പോൾ റേസ് ചെയ്തേക്കുന്നത്. പട്ടികജാതിക്കാരും പട്ടികവർഗ്ഗക്കാരും ഒറ്റ ക്ലാസ് ആണോ? പട്ടികജാതി ഒരു ക്ലാസ് ആണോ? പട്ടികവർഗം ഒരു ക്ലാസ് ആണോ? അതിനകത്ത് തരംതിരിക്കൽ ആവശ്യമുണ്ടോ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വെദർ it is not permissible to provide any further reservation to the weakest out of weaker, particular when it has not been possible to trickle down the benefit of reservation of the weakest, and the same is utilized by the upper class within the group who enjoy the benefit of reservation to the maximum, creating disparities within the class. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നേ? അങ്ങനെ ഷെഡ്യൂൾഡ് കാസ്റ്റിനെ വീണ്ടും തരംതിരിക്കാനുള്ള സാധ്യത ഇല്ല എങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് സെക്ഷനാണ്? വീക്കർ സെക്ഷനാണ്. അതിൽ വീക്കസ്റ്റ് സെക്ഷൻ ഉള്ളവർക്ക് ഒരിക്കലും സംവരണം കിട്ടത്തില്ല എന്ന് മാത്രമല്ല, ആ വീക്കസ്റ്റ് സെക്ഷന് അങ്ങനെ സംവരണം കിട്ടാതെ അവർ താഴേക്ക് പോവുകയും സംവരണത്തിൻ്റെ മാക്സിമം ബെനിഫിറ്റും വീക്കർ സെക്ഷനിലെ ഉള്ളവർ കൊണ്ടുപോവുകയും വീക്കസ്റ്റും മോർ വീക്കറും അവിടെ തഴയപ്പെടുകയും ചെയ്യുമെന്നാണ് ഇവിടെ വാദം ഉന്നയിച്ചിട്ടുള്ളത്. ആര്? പഞ്ചാബ് ഗവൺമെൻറ്. പഞ്ചാബിലെ ഗവൺമെൻറ് ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാദം അതാണ്. ഇനി സബ്മിഷൻ എന്ന് പറഞ്ഞാൽ വക്കീൽ പറയുന്ന കാര്യമാണ് സബ്മിഷൻ എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ശ്രീ രഞ്ജിത് കുമാർ ലേഡ് സീനിയർ കൗൺസിൽ അപ്പിയറിംഗ് ഫോർ ദ സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് റേസ് ദ ഫോളോയിങ് ആർഗ്യുമെൻറ്റ്. അത് പറഞ്ഞാൽ മനസ്സിലായി കാണും. സീനിയർ കൗൺസിലായ രഞ്ജിത് കുമാറാണ് പഞ്ചാബിന് വേണ്ടി ഹാജരായത്. അദ്ദേഹം താഴെ പറയുന്ന ആ വാദങ്ങൾ നിരത്തി എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. The decision of E.V. Chinnaiya erroneously proceeded on the premises that the affirmative action taken by the state by giving preference to certain scheduled caste under Article 16 subclause 4 tickers with the presidential list under Article 341. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റ് അയാൾ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു. എന്താ പറഞ്ഞത്? പ്രസിഡൻഷ്യൽ ഓർഡർ പ്രകാരം ഭരണഘടനയുടെ 341 പ്രകാരൻ്റെ ബലത്തിൽ പ്രസിഡൻഷ്യൽ ഓർഡർ പ്രകാരം ഷെഡ്യൂൾഡ് കാസ്റ്റിന് 16(4) പ്രകാരം എന്താ പുതിയതായി അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതിനും ഏതെങ്കിലും സെക്ഷൻ വീക്കർ ആണെങ്കിൽ അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? 16(4) ഒന്നും കൂടെ വായിക്കാം, ശ്രദ്ധിക്കുക. ഈ അനുച്ഛേദത്തിലെ യാതൊന്നും രാഷ്ട്രത്തിൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള സർവീസുകളിൽ മതിയായിടത്തോളം പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പൗരന്മാർക്ക് നിയമനങ്ങളിലോ തസ്തികകളിലോ സംവരണം ചെയ്യുന്നതിന് ഏതെങ്കിലും വ്യവസ്ഥ ഉണ്ടാക്കുന്നതിന് രാഷ്ട്രത്തെ തടയുന്നില്ല. അദ്ദേഹം വളരെ സമർത്ഥമായ ഒരു ആർഗ്യുമെൻ്റ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെ അവർ പറയുന്ന വാത്മീകി എന്ന് പറയുന്ന വിഭാഗത്തിന് പ്രത്യേക പരിരക്ഷ കൊടുക്കുന്നതിന് വേണ്ടി നിയമനത്തിലോ തസ്തികകളിലോ പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നതുകൊണ്ടോ പുതിയ നിയമനം കൊടുക്കുന്നതിന് കൊണ്ടോ പ്രത്യേക നിയമനിർമ്മാണം ഉണ്ടാക്കാൻ ഭരണഘടനയുടെ 16(4) വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എന്നാണ് പഞ്ചാബിൻ്റെ വക്കീൽ വളരെ സമർത്ഥമായി പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത് പറഞ്ഞു, മെർലി ഗീവിംഗ് ഓഫ് പ്രിഫറൻസ് ഡസ് നോട്ട് തിങ്കർ rearrange, subclassify, distribute the interference within the list in any manner whatsoever, since there is no inclusion or exclusion of any caste in the list
നോട്ടിഫൈഡ് അണ്ടർ ദ മീനിങ് ഓഫ് സെക്ഷൻ ആർട്ടിക്കിൾ 341. അയാളുടെ ആർഗ്യുമെൻറ്റും വളരെ കണ്ണിങ്ങാണ്. 341 പട്ടികജാതിക്കാരെ പുതിയ ആൾക്കാരെ നമ്മൾ ചേർത്തിട്ടില്ല, പട്ടികജാതിയിൽ നിന്ന് ആരെയും ഒഴിവാക്കിയിട്ടില്ല. പിന്നെന്താ ചെയ്തത്? അതിനകത്ത വീക്കർ സെക്ഷനെ സബ് ക്ലാസിഫൈ ചെയ്തുകൊണ്ട് അവർക്ക് സർക്കാർ ഉദ്യോഗം കിട്ടുന്നതിന് വേണ്ടി ഒരു വകുപ്പ് എഴുതി ചേർക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് പട്ടികജാതി ലിസ്റ്റിലേക്ക് ആളെ കൊണ്ടുവന്നിട്ടില്ലെന്നും പട്ടികജാതിക്കാരെ ഒഴിവാക്കിയിട്ടില്ലെന്നും വളരെ സമർത്ഥമായി പഞ്ചാബ് വാദിച്ചിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അടുത്തത്, ദ പഞ്ചാബ് ആക്ട് ഹാസ് ബീൻ എനാക്റ്റഡ് അണ്ടർ ആർട്ടിക്കിൾ 16 ക്ലോസ് 1 ആൻഡ് 16 സബ് ക്ലോസ് 4 റീഡ് വിത്ത് 245 ആൻഡ് 446 പ്രൊവിഷൻസ് ഓഫ് 4 സബ് ക്ലോസ് 5 ഓഫ് ദ പഞ്ചാബ് ആക്ട് വിത്തിൻ ദ ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസ് ഓഫ് ദ സ്റ്റേറ്റ്. അത് വളരെ സമർത്ഥമായൊരു വാദമാണ്. ആര് വാദിച്ചാലും നമുക്കെതിരാണെങ്കിൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു വാദമാണ്. എന്താണെന്നറിയാമോ? നോക്കണം. ദ പഞ്ചാബ് ആക്ട് ഹാസ് ബീൻ എനാക്റ്റഡ് അണ്ടർ ആർട്ടിക്കിൾ 16 സബ് ക്ലോസ് 1. ഭരണഘടനയുടെ 16(1) പരിധിക്ക് അകത്ത് നിന്നുകൊണ്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? പഞ്ചാബ് പുതിയ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താ പറഞ്ഞേക്കുന്നത് 16 ക്ലോസ് 1-നകത്ത്? എല്ലാ പൗരന്മാർക്കും രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള ജീവനത്തെയോ അഥവാ ഏതെങ്കിലും ഉദ്യോഗത്തിലുള്ള നിയമത്തെയോ സംബന്ധിച്ച വിഷയങ്ങളിൽ അവസര സമത്വം ഉണ്ടാക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ എല്ലാ പൗരന്മാർക്കും എന്ന് പറഞ്ഞാൽ പട്ടികജാതിക്കാർക്ക് അകത്ത് ഉള്ള സബ് ക്ലാസുകളും പൗരന്മാരാണ്. അതുകൊണ്ട് അവർക്കും ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കണം എന്ന വാദമാണ് അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ 16 ക്ലോസ് 4 നമ്മളിപ്പോൾ വായിച്ചു. ഏത് പൗരനും നിയമനത്തിലോ തസ്തികയിലോ സംവരണം ചെയ്യുന്നതിന് ഏതെങ്കിലും വ്യവസ്ഥ ഉണ്ടാക്കുന്നതിന് രാഷ്ട്രത്തെ തടയുന്നില്ല എന്നും വാദിച്ചു. നമ്മൾ വായിച്ചു കഴിഞ്ഞു. പിന്നെ 245 ആണുള്ളത്. 245 പറയുന്നത് പറയുന്നത് എന്താണെന്നറിയാമോ? പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കുമുള്ള മണ്ഡലങ്ങളിൽ നിയമനത്തിൽ പ്രത്യേക വ്യാപ്തി ഉണ്ടെന്ന്. പാർലമെന്റിനും നിയമസഭകൾക്കും പ്രത്യേക നിയമം ഉണ്ടാക്കാം. ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്താ? ഒന്ന്, നമ്മുടെ ഭരണഘടനയിൽ 3 ലിസ്റ്റുണ്ട്. ഞാൻ എളുപ്പം പറയുകയാണ്. നമ്മുടെ ഭരണഘടനയിൽ 3 ലിസ്റ്റുണ്ട്. ഒന്ന് സെൻട്രൽ ലിസ്റ്റ്, ഒന്നാമത്തെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് ഏതിനൊക്കെ നിയമം ഉണ്ടാക്കണമെന്ന് പറയുന്ന ലിസ്റ്റ്. അതാണ് 245 പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് സംസ്ഥാന ഗവൺമെൻറ് ഏതിനൊക്കെ നിയമം ഉണ്ടാക്കണമെന്ന് പറയുന്ന ലിസ്റ്റ്. 3 കൺകറൻറ്റ് ലിസ്റ്റ്. അത് കേന്ദ്രത്തിനും സംസ്ഥാനത്തും ഒരുമിച്ച് നിയമം ഉണ്ടാക്കാം. അപ്പോൾ ഇത് പഞ്ചാബ് ഗവൺമെൻറ്റിൻ്റെ വക്കീലിൻ്റെ വാദം എന്താണെന്നറിയാമോ? സംവരണം എന്ന് പറയുന്നത് എവിടെയാണ്? സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട കാര്യത്തിന് സംസ്ഥാന ഗവൺമെൻറ് നിയമം ഉണ്ടാക്കാം, തടസ്സമില്ല. പിന്നെ 246 പറയുന്നത് 246 അത് തന്നെയാണ് പറയുന്നത്. 3 ലിസ്റ്റുകളുണ്ട്. ആ 3 ലിസ്റ്റിൽ അവർക്ക് തന്നെ നിയമം ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കിയ നിയമമാണ് പഞ്ചാബ് ആക്ട്. ആ പഞ്ചാബ് ആക്ടിലെ പ്രൊവിഷൻ 4 സബ് ക്ലോസ് 5 എന്ന് പറയുന്ന പഞ്ചാബ് ആക്ടിലെ ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി കൊണ്ട് അതൊരിക്കലും ഭരണഘടനാ വിരുദ്ധമല്ല എന്ന് വളരെ കൃത്യമായി സമർത്ഥിക്കാനാണ് ആര് ശ്രമിച്ചത്? പഞ്ചാബിൻ്റെ വക്കീൽ ശ്രമിച്ചിട്ടുള്ളത്. അടുത്ത നോക്കൂ. ബി, the court in E.V. Chinnaya erred in the correctly interpreting the majority ratio of Indira Sohani on the question of subclassification within the class. നോക്കൂ, ഇന്ദിര സോഹാനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസ് 1973 കേസുകൾ. ആ കേസ് അന്ന് തന്നെ എന്തു പറഞ്ഞു? പട്ടികജാതിക്ക് അകത്ത് തന്നെ സബ് ക്ലാസിഫിക്കേഷൻ നടത്തണമെന്ന് പറഞ്ഞു. അറ്റ്ലീസ്റ്റ് 5 out of 9 ജഡ്ജസ്, അതായത് 9 ജഡ്ജിമാരിൽ 5 പേരും പറഞ്ഞ എങ്ങനെ? ഇന്ദിര സോഹാനി ഹെൽഡ് ദാറ്റ് എമംഗ് ദ ബാക്ക്വേർഡ് ദർ മേ ബി ബാക്ക്വേർഡ് ആൻഡ് വെൻ ദ സ്റ്റേറ്റ് ചൂസ് ടു മേക്ക് സച്ച് ക്ലാസിഫിക്കേഷൻ. ബാക്ക്വേർഡ് ക്ലാസ്സിനകത്ത് എന്തുണ്ട്? മോർ ബാക്ക്വേർഡ് ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് സംവരണം കൊടുക്കുമ്പോൾ, സംവരണവുമായി സംബന്ധിച്ച് നിയമം ഉണ്ടാക്കുമ്പോൾ മോർ ബാക്ക്വേർഡ് ക്ലാസ്സിനെയും കൂടെ പരിഗണിക്കണമെന്ന് ഇന്ദിര സോഹാനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കേസ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ആര് വാദിക്കുന്നത്? പഞ്ചാബിൻ്റെ വക്കീൽ വാദിക്കുന്നത്. ഇറ്റ് വുഡ് ബി പെർമിസിബിൾ ഇൻ ലോ, അത് നിയമപ്രകാരം ശരിയാണ് എന്നും പഞ്ചാബിൻ്റെ
അഡ്വക്കേറ്റ് വാദിക്കുന്നുണ്ട്. അത് നമുക്ക് ഇറ്റ് ഷുഡ് ബി പെർമിസിബിൾ ഇൻ ലോ എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അൺഇക്വേഷ്യലി, equivocally, in majority it was held that backward classes can be classified into more backward and less backward classes. അത് വളരെ ഒന്നും കൂടെ വ്യക്തമായി പറയുന്നു. ബാക്ക്വേഡ് ക്ലാസ് എന്ന് പറയുന്ന പട്ടികജാതിക്കാരെ മോർ ബാക്ക്വേഡ് ക്ലാസ് എന്നും ബാക്ക്വേഡ് ക്ലാസ്സസ് എന്നും ലെസ് ബാക്ക്വേഡ് ക്ലാസ്സസ് എന്നും വീണ്ടും തരംതിരിക്കേണ്ടതുണ്ട് എന്നാണ് ഇന്ദിര സൊഹാനി പറയുന്നത് എന്ന് പറയുന്നു. നോക്കൂ, the less caste, the scheduled caste and scheduled tribe fall within the backward classes. വീണ്ടും അത് സമർത്ഥിപ്പിക്കുന്നതിന് വേണ്ടി എന്താ പറഞ്ഞേക്കുന്നത്? ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും ബാക്ക്വേഡ് ക്ലാസസ് ആണ്, ഒറ്റ ക്ലാസ് ആണ് ബാക്ക്വേഡ് ക്ലാസസ്. there is no warrant of submission that there cannot be classification within the scheduled caste. അതുകൊണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നതിനെ മോർ ബാക്ക്വേഡ് ക്ലാസ് എന്നും ലെസ് ബാക്ക്വേഡ് ക്ലാസ് എന്നും തരംതിരിക്കുന്ന തെറ്റല്ല എന്നാണ് പഞ്ചാബിൻ്റെ വക്കീൽ വാദിച്ചത്. ഇനി ആറാമത്തെ സെക്ഷൻ, ആറാമത്തെ പേജ്. ഇത് മൊത്തം 78 പേജുണ്ട് കേട്ടോ. ആർട്ടിക്കിൾ 16(4) കവേഴ്സ് ഓൾ ബാക്ക്വേഡ് ക്ലാസസ്. ആർട്ടിക്കിൾ 16(4) പറയുന്നത് എല്ലാ ബാക്ക്വേഡ് ക്ലാസ്സിനെയും കൂടിയാണ്, ഇൻക്ലൂഡിങ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. ദ എക്സ്പ്രഷൻ യൂസ്ഡ് ഇൻ 16 clause 4 ഈസ് എനി ബാക്ക്വേഡ് ക്ലാസസ് ഓഫ് സിറ്റിസൺ എന്നാണ്. ബാക്ക്വേഡ് ക്ലാസ് ആയ പൗരന്മാരെന്നാണ് മൊത്തം പറഞ്ഞിട്ടുള്ളത്. ദ എക്സ്പ്രഷൻ നോട്ട് ആഡിക്കലി റെപ്രസെൻറ്റഡ്, അവർ അത് രണ്ടാമത് പറയുന്നു, നോട്ട് ആഡിക്കലി റെപ്രസെൻറ്റ്, ജനസംഖ്യ ആനുപാതികമായി റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അതാണ് നോട്ട് ആഡിക്കലി റെപ്രസെൻറ്റഡ് എന്ന് പറയുന്നത്. കവേഴ്സ് ഓൾ സോഷ്യൽ എഡ്യൂക്കേഷണൽ ബാക്ക്വേഡ് ക്ലാസസ്, അത് സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന എല്ലാ ബാക്ക്വേഡ് ക്ലാസ്സിനെയും ഉൾപ്പെടുത്തിയിട്ടാണ്. ഹൂ ഓൺ ദ അക്കൗണ്ട് ഓഫ് ദെയർ ബാക്ക്വേഡ്നെസ് ദെയർ ഇൻആഡിക്വറ്റ്ലി റെപ്രസെൻറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് സർവീസ്. അത് അവർ ബാക്ക്വേഡ് ക്ലാസ് ആയതുകൊണ്ടാണ് അവർ ഇൻആഡിക്വറ്റ് ആയിട്ട് എവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാത്തത്, സ്റ്റേറ്റ് സർവീസ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാഞ്ഞത്. ദ സ്കോപ്പ് ഓഫ് ആർട്ടിക്കിൾ 16 sub clause 4 ഈസ് വൈഡർ ആൻഡ് ആംബിറ്റ് ഓഫ് ആർട്ടിക്കിൾ 15 sub clause 4. ഈ 16(4) എന്ന് പറയുന്നത് തസ്തികകൾ സൃഷ്ടിക്കാനും ആ സൃഷ്ടിച്ച തസ്തികകൾ പ്രത്യേകമായി തൊഴിൽ കൊടുക്കാനും കഴിയും എന്ന് പറയുന്നത് 15(4)ൻ്റെയും കൂടി ആവശ്യമാണ് എന്ന് വളരെ കൃത്യമായിട്ട് ആര് പറയുന്നു? നമുക്കെതിരാണ് വാദമെങ്കിലും അദ്ദേഹം വളരെ തന്ത്രപരമായി സമർത്ഥിക്കുന്നുണ്ട്. 15(4) എന്താ പറയുന്നേ? ഈ അനുച്ഛേദത്തിലെ 29-ാം അനുച്ഛേദത്തിലെ 2ാം ഖണ്ഡത്തിലുള്ള യാതൊന്നും സാമൂഹ്യവും വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട പൗരന്മാരുടെ ഉന്നമനത്തിനു വേണ്ടിയോ പട്ടികജാതിക്കാർക്കും പട്ടിക ഗോത്രവർഗക്കാർക്ക് വേണ്ടിയോ ഏതെങ്കിലും പ്രത്യേക വ്യവസ്ഥ ഉണ്ടാക്കുന്നതിന് രാഷ്ട്രത്തെ തടയുന്നില്ല. അവിടെ വളരെ വ്യക്തമായി അദ്ദേഹം പറയാം, 15 clause 4 എന്ന് പറയുന്നത് പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും വേണ്ടി പ്രത്യേക വ്യവസ്ഥ ഉണ്ടാക്കുന്നതിൽ തടയുന്നില്ല എന്ന് പറഞ്ഞാൽ ബാക്ക്വേഡ് ക്ലാസ് എന്നും ലെസ് ബാക്ക്വേഡ് ക്ലാസ് എന്നും മോർ ബാക്ക്വേഡ് ക്ലാസ് എന്നും തരംതിരിക്കുന്നത് ഭരണഘടനാപരമായി തെറ്റല്ല എന്നാണ് പറയുന്നത്. നോക്കൂ അടുത്തത്, ദ എക്സ്പ്രഷൻ ബാക്ക്വേഡ് ക്ലാസസ് ഓഫ് സിറ്റിസൺ used in Article 16 sub clause 4 covers in its ambit of scheduled castes and scheduled tribes and other backward classes. എന്താ പറഞ്ഞിരിക്കുന്നത്? 16(4) പറഞ്ഞിരിക്കുന്ന ബാക്ക്വേഡ്നെസ് പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരെയും മറ്റു പിന്നോക്ക വിഭാഗങ്ങളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് പഞ്ചാബിൻ്റെ വക്കീൽ വാദിക്കുന്നത്. ദ ട്രൈബ്സ് ഇൻക്ലൂഡിങ് സോഷ്യലി എക്കണോമിക്കലി ബാക്ക്വേഡ് ക്ലാസസ്, അത് സാമൂഹികപരമായും എക്കണോമിക്കലി സാമ്പത്തികപരമായുമുള്ള പിന്നോക്കാവസ്ഥയും ഭരണഘടനയിലെ 16(4) അഡ്രസ്സ് ചെയ്യുന്നു എന്ന് പറയുന്നു. അടുത്തത് ഡി, ദ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഈസ് ദ ഫേസിറ്റ് ഓഫ് ഇക്വാളിറ്റി അണ്ടർ ആർട്ടിക്കിൾ 14. ഇവിടെ പ്രിഫറൻസ് കൊടുക്കേണ്ടത് എന്തിനാണ്? ആർട്ടിക്കിൾ 14 ആണ്. ആർട്ടിക്കിൾ 14 എന്താ പറഞ്ഞിട്ടുള്ളത്? നിയമത്തിൻ്റെ മുന്നിൽ സമത്വം എന്നാണ് ആർട്ടിക്കിൾ 14 പറഞ്ഞിരിക്കുന്നത്. അതിനെ ഇംഗ്ലീഷിൽ ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയും. ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്തിനകത്ത് യാതൊരാൾക്കും നിയമത്തിൻ്റെ മുൻപാകെ സമത്വമോ നിയമങ്ങളുടെ സമമായ സംരക്ഷണമോ നിഷേധിക്കാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞാൽ
വാത്മീകി എന്ന് പറഞ്ഞ സമുദായത്തിനും മൊസഹാബി എന്ന് പറയുന്ന സിഖ് സമുദായത്തിനും ഇവിടെ ഇക്വാളിറ്റി നിഷേധിച്ചിട്ടുണ്ട് എന്നാണ് പഞ്ചാബിൻ്റെ വക്കീൽ പറയുന്നത്. Any enacted by the state giving preference to more backward amongst the backward fulfills its object in Article 16 Clause 4. ബാക്ക്വേഡ് ക്ലാസ്സിൽ നിന്ന് അകത്തുള്ള മോർ ബാക്ക്വേഡ് ക്ലാസ്സിനെ പ്രത്യേകമായി അവർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നത് 16(4) ലംഘനമല്ല, അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ആണ് എന്നാണ് പഞ്ചാബിൻ്റെ വക്കീൽ പറഞ്ഞത്. 6 out of 9 judges in Indira Sohani held that 16 subclause 4 is not an exceptional to 16 subclause 1. ഇപ്പോൾ 16 subclause 1 എന്ന് പറയുന്ന ഭാഗവും 16 subclause 4 എന്ന ഭാഗത്തിനെ ഒഴിവാക്കാൻ പറ്റില്ല, രണ്ടിനെ ഒരേപോലെ വ്യാഖ്യാനിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. The preferential treatment given to certain scheduled caste and scheduled tribe does not violate Article 14. വീണ്ടും പറയുന്നു, പട്ടികജാതിക്കാരിലെയോ പട്ടികവർഗക്കാരിലെയോ പ്രത്യേകം ഒരു വിഭാഗത്തിന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് ആർട്ടിക്കിൾ 14 ലംഘനമല്ല. ഇറ്റ് ഇൻറ്റൻഡ് ടു പ്രൊവൈഡ് പ്രൊപ്പോർഷണൽ ഇക്വാളിറ്റി. അതെന്തിനു വേണ്ടിയാണ്? പ്രൊപ്പോർഷണൽ, ജനസംഖ്യാപരമായ തുല്യത കൈവരിക്കുന്നതിന് വേണ്ടിയാണ്, പ്രൊപ്പോർഷണൽ ഇക്വാളിറ്റിക്ക് വേണ്ടിയാണ്. ദ ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഇൻ്റലിജിബിൾ ഡിഫറൻഷ്യ. ആ ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നത് ബൗദ്ധികപരമായ വ്യത്യാസം ഉണ്ടായതുകൊണ്ടാണ്, ഇൻ്റലിജിബിൾ ഡിഫറൻഷ്യ ഉണ്ടായതുകൊണ്ടാണ്. ദ ഡിഫറൻഷ്യ ബിയേഴ്സ് റീസണബിൾ നെക്സസ് വിത്ത് ദ ഒബ്ജക്റ്റ് വിച്ച് ഈസ് സൗട്ട് ടു ബി അച്ചീവ്ഡ് ഓഫ് ഇക്വിറ്റബിൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇൻ ദ ഗവൺമെൻറ് സർവീസ്. വളരെ കൃത്യമായി അവർ പറയുന്നു. എന്ത് പറയുന്നു? പഞ്ചാബിലെ വക്കീൽ പറയുന്നു, ദ ഡിഫറൻഷ്യ ബിയേഴ്സ് റീസണബിൾ നെക്സസ്. ആ വ്യത്യാസം സാഹചര്യപരമായ റീസണബിളായ നെക്സസിറ്റി ഉണ്ടാക്കും, വാക്വം ഉണ്ടാക്കും. ദ ഒബ്ജക്റ്റ് വിച്ച് ഈസ് സൗട്ട് ടു ബി അച്ചീവ്ഡ് ഓഫ് ഇക്വിറ്റബിൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇൻ ദ ഗവൺമെൻറ് സർവീസ്. എല്ലാ പട്ടികജാതിക്കാർക്കും തുല്യ പരിഗണന ഗവൺമെൻറ് സർവീസിൽ ഉണ്ടാകണം എന്നും പറയുന്നു. The specific reservation are required to be bring out the real equality opportunity between unequals and must be entrusted by the state. അതായത് എന്തുകൊണ്ടാണ് റിസർവേഷൻ വന്നത്? ഇക്വാളിറ്റി ഒരുമിച്ച് നടക്കാൻ പറ്റത്തില്ല. ഇന്ത്യയിൽ അൺഈക്വൽ പീപ്പിൾ ഉണ്ട്, സാമൂഹികവും സാമ്പത്തികവുമായി വ്യത്യാസമുള്ള അൺഈക്വൽ പീപ്പിൾ ഉണ്ട്, അവർക്ക് ആണ് റിസർവേഷൻ കൊടുത്തത്. അതുകൊണ്ട് വീണ്ടും പറയുന്നത്, ദ സ്പെസിഫിക് റിസർവേഷൻ ആർ required to be bring about the real equality and opportunity between unequals and must be entrusted by the state. അൺഇക്വാളിറ്റി ഉണ്ടായവരെ ഈക്വലൈസ് ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് അധികാരമുണ്ട് എന്നാണ് ഇവിടെ വാദമുഖങ്ങൾ ഉന്നയിച്ചത്. പേജ് 7. A new concept has been applied by the court to scheduled caste also. അതുകൊണ്ട് ഒരു ന്യൂ കൺസെപ്റ്റ്, ഒരു പുതിയ കൺസെപ്റ്റ് ഹാസ് ബീൻ അപ്ലൈഡ് ബൈ ദ കോർട്ട് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓൾസോ. ഷെഡ്യൂൾഡ് കാസ്റ്റിനും അതുപോലൊരു ന്യൂ കൺസെപ്റ്റ് വേണം എന്ന് കോടതി കണ്ടെത്തുന്നു. വൈൽ കൺസിഡറിങ് ഇന്ദിര സൊഹാനി ഇൻ റീസെൻറ്റ് ജഡ്ജ്മെൻറ്റ് ബൈ ദിസ് കോർട്ട് ഇൻ ജർണാളി സിംഗ് ആൻഡ് അതേഴ്സ് വേഴ്സസ് ലക്ഷ്മി നാരായൺ ഗുപ്ത ആൻഡ് അതേഴ്സ് ഇൻ 2008 10 സുപ്രീം കോർട്ട് കേസ് 396. അതായത് ഏത് കേസിലാണ് ഇത് കണ്ടെത്തിയത്? 396 പേജിലെ സുപ്രീം കോർട്ട് കേസ് വോളിയം 10 2018 പുസ്തകത്തിൽ ജർമാലി സിംഗ് ആൻഡ് അതേഴ്സ് വെർസസ് ലക്ഷ്മി നാരായണ ഗുപ്ത ആൻഡ് അതേഴ്സ് എന്ന് പറയുന്ന കേസിൽ സുപ്രീം കോടതി ഒരു പുതിയ കണ്ടെത്തൽ നടത്തി. എന്താണ്? ഇന്ദിര സൊഹാനി ജഡ്ജ്മെൻറ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് പട്ടികജാതിക്കാരിൽ മോർ ബാക്ക്വേഡ് ക്ലാസ്സിനെയും മോസ്റ്റ് ബാക്ക്വേഡ് ക്ലാസ്സിനും പ്രത്യേകം പരിരക്ഷ കൊടുക്കണം. It was held that the object of Article 16 subclause 4 is to be ensured by all backward classes march forward hand in hand. That will not be possible if only selective few get selected all the convenient services of the government. തെരഞ്ഞെടുക്കപ്പെട്ടവർ വീണ്ടും വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട് സർക്കാർ സർവീസിൽ വരുന്നതിനെ നമുക്ക് ഇക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. നോക്കൂ, അവിടെ എന്താ പറഞ്ഞേക്കുന്നത്?
Article 16 clause 4 is to be ensure that all backward classes march forward hand in hand, and that will not possible, only selective few get selected. തെരഞ്ഞെടുക്കപ്പെട്ടവരെ വീണ്ടും തെരഞ്ഞെടുക്കുന്നതിനെ യു ഗെറ്റ് സെലക്ടഡ് ഇൻ ഓൾ ദ കൺവെൻറ്റഡ് സർവീസ് ഓഫ് ദി ഗവൺമെൻറ് സർവീസിൽ സർവീസ് കിട്ടിയവരും അവരുടെ സന്തതികളും മാത്രം സർവീസ് കിട്ടി വരുന്നതിനെ അംഗീകരിക്കാൻ പറ്റില്ല. ഇറ്റ് വാസ് ഒപ്പീൻഡ് ദാറ്റ് ദ ആപ്ലിക്കേഷൻ ഓഫ് ക്രീമി ലെയർ കൺസെപ്റ്റ് ഇൻ ആർട്ടിക്കിൾ 341 ആൻഡ് 342 ഡസ് നോട്ട് തിക്കർ വിത്ത് പ്രസിഡൻഷ്യൽ ലിസ്റ്റ്. അതുകൊണ്ട് പ്രസിഡൻഷ്യൽ ലിസ്റ്റിൽ ക്രീമി ലെയർ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് നിലവിൽ എന്തില്ല, നിയമമില്ല. അതുകൊണ്ടാണ് ഈ 5 അംഗ ജഡ്ജിമെൻറ്റ് എങ്ങോട്ട് വിട്ടിട്ടുള്ളത്, 7 അംഗ ബെഞ്ചിലേക്ക് വിട്ടിട്ടുള്ളത്. കാരണം ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ അറിയുന്നതിന് വേണ്ടിയാണ്. ദ ഡിസിഷൻ ഇൻ ഇ വി ചിന്നയ്യ ഈസ് കോൺട്രറി ടു അതർ ബൈൻഡിങ് ജഡ്ജ്മെൻറ്റ്. ഇ വി ചിന്നയ്യയിൽ പറഞ്ഞത് പട്ടികജാതി വർഗത്തിനകത്ത് സബ് ക്ലാസിഫിക്കേഷൻ ആവശ്യമില്ല എന്നാണ്. അതെന്തില്ല, മറ്റ് ജഡ്ജ്മെൻറ്റുകളുമായി പൊരുത്തപ്പെട്ടു പോകുന്നില്ല. സച്ചാസ് കെ സി, ഇവിടെ ഒരു കേസിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, കെ സി വസന്തകുമാർ ആൻഡ് അനദർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക. അതും ഇ വി ചിന്നയുമായി ഒരുമിച്ച് പോകത്തില്ലെന്നാണ് പറയുന്നത്. വിച്ച് വാസ് അപ്രൂവ്ഡ് ഇൻ ദ ഇന്ദിരാ സൊഹാനി കേസ്. ഇന്ദിരാ സൊഹാനിയുടെ പ്രിൻസിപ്പിളും ഇ വി ചിന്നയുമായിട്ട് ഒത്തുപോകത്തില്ല. അടുത്ത എന്തുവാ, ബാലാജിയാദ് ആൻഡ് അതർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മൈസൂർ. അതിൻ്റെ ജഡ്ജിമെൻറ്റും ഇ വി ചിന്നയുടെ ജഡ്ജിമെൻറ്റുമായി ഒരുമിച്ച് പോകത്തില്ല. ഇവിടെയാണ് അങ്ങനെയാണ് ആര് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ പഞ്ചാബിൻ്റെ വക്കീൽ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് സബ് ക്ലാസിഫിക്കേഷൻ ബിറ്റ്വീൻ ബാക്ക്വേർഡ് ആൻഡ് മോർ ബാക്ക്വേർഡ് ക്ലാസസ് ഈസ് നെസസറി. അതുകൊണ്ട് ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയുന്നവർക്ക് അതിനകത്ത് മോർ ബാക്ക്വേർഡ് ക്ലാസസ് വളരെ അത്യാവശ്യമാണ്. ടു ഹെൽപ്പ് മോർ ബാക്ക്വേർഡ് ക്ലാസസ്. അതുകൊണ്ട് കൂടുതൽ ബാക്ക്വേർഡ് ക്ലാസ്സിനെ സംരക്ഷിക്കാൻ കഴിയും. ഇൻ ഇ വി ചിന്നയ ഡിസിഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള, ഡിസിഷൻ ഇൻ സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് അനദർ എം ബി തോമസ് ആൻഡ് അനദർ. ഈ ഇ വി ചിന്നയുടെ കേസും സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് അനദർ വേഴ്സസ് എം ബി തോമസ് ആൻഡ് അനദർ എന്ന് പറഞ്ഞ കേസ് 1976 ഉണ്ടായിരുന്നു. അത് സുപ്രീം കോടതി കേസിലെ 310 എന്ന പേജിലാണുള്ളത്. അതും ഇ വി ചിന്നയിലെ കേസും വാസ് നോട്ട് പ്രോപ്പർലി അപ്രീഷിയേറ്റഡ്. അത് ശരിയായ രീതിയിൽ സുപ്രീം കോടതി വിലയിരുത്തി വിധി പറഞ്ഞതല്ല. വാസ് നോട്ട് പ്രോപ്പർലി അപ്രീഷിയേറ്റഡ്. ഇറ്റ് വാസ് ലേഡ് ഡൗൺ ഇൻ എൻ എം തോമസ് ദാറ്റ് ദെയർ വുഡ് ബി നോ ഒബ്ജക്ഷൻ ടു ഫർദർ ക്ലാസിഫിക്കേഷൻ വിത്തിൻ ദ ക്ലാസ്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, ഒരു ക്ലാസ്സിനകത്ത് ഫർദർ ക്ലാസിഫിക്കേഷൻ നടത്തുന്നതിന് വേണ്ടി ഇവിടെ ഒബ്ജക്ഷൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞെങ്കിലും ശരി തന്നെ ഫർദർ ക്ലാസിഫിക്കേഷൻ അനുവദിച്ചില്ല. മെൻ ആർ ബോൺ ഡിഫറൻറ്റ് ആൻഡ് സം സോർട്ട് ഓഫ് ഡിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് റിക്വയർഡ് ടു അച്ചീവ് പ്രൊപ്പോർഷണൽ ഇക്വാളിറ്റി. മനുഷ്യൻ ജനിച്ചത്, മെൻ എന്ന് പറഞ്ഞാൽ അവിടെ വിമണുമുണ്ട് കേട്ടോ, മെൻ ബോൺ ഡിഫറൻറ്റ്, മനുഷ്യൻ ജനിച്ചത് വ്യത്യസ്തരായിട്ടാണ്. ആൻഡ് സം സോർട്ട് ഓഫ് ഡിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഈസ് റിക്വയർഡ് ടു ബി പ്രൊപ്പോർഷണലി ഇക്വാളിറ്റി. ഇക്വാളിറ്റി നിലനിർത്തുവാൻ, പ്രൊപ്പോർഷണൽ ഇക്വാളിറ്റി നിലനിർത്തുന്നതിന് വേണ്ടി ചില എന്ത് വേണം, ഡിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് തന്നെ ആവശ്യമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. നോക്കിക്കോണേ, അടുത്ത 8ാമത്തെ പേജ്. ഈ സുപ്രീം കോടതി പറഞ്ഞതല്ല, അത് ഇദ്ദേഹത്തിൻ്റെ വാദമാണ്. ആരുടെ വാദമാണ്? പഞ്ചാബ് ഗവൺമെൻറ്റിൻ്റെ വക്കീലിൻ്റെ വാദമാണ്. ഇൻ കേസ് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് all castes are homogeneous by virtue of being in a list within ആർട്ടിക്കിൾ 341. 341 എന്ന് പറയുന്ന പ്രസിഡൻഷ്യൽ ഓർഡർ വഴി ഉണ്ടായ ആർട്ടിക്കിളിൽ എല്ലാം ദ കാസ്റ്റ് ആർ ഹോമോജീനസ്, എല്ലാം ഒരുപോലെയാണ്. ഇറ്റ് ഈസ് ഓൺലി അഡീഷൻ. ഇപ്പം നടത്തുന്നത് എന്താണ്? കൂട്ടിച്ചേർക്കലാണ്. ഓർ ഡിലിഷൻ. ഇറ്റ് ഈസ് ഓൺലി അഡീഷൻ or deletion of any caste in the list would be impermissible as held by the Constitution Bench, State of Maharashtra versus Milind and others. നോക്കൂ, അവിടെ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര ആൻഡ് മിലിൻഡ് ആൻഡ് അതേഴ്സ് എന്ന കേസിലും ബിർസിംഗ് വേഴ്സസ് ഡൽഹി ജബൽ ബോർഡ് എന്ന കേസിലും പട്ടികജാതി ലിസ്റ്റിൽ പുതിയതിനെ ചേർക്കുന്നതിനോ ഒഴിവാക്കുന്നതിനോ അനുവദിക്കുന്നില്ല. പക്ഷേ എന്ത് ചെയ്യാം? ഇറ്റ് ഈസ് പെർമിസിബിൾ ഫോർ ദ സ്റ്റേറ്റ് ടു ഗീവ് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് വിത്തിൻ ദ ലിസ്റ്റ്. പട്ടികജാതി ലിസ്റ്റിനകത്ത് ഉള്ളതിന് പ്രിഫറൻസ് കൊടുക്കുന്നതിന് വേണ്ടി എന്തുണ്ട്? നിയമം അനുവദിക്കുന്നു എന്നാണ്.
it is permissible for the state to give preferential treatment within the list based on the competitive backwardness of any class. ചില ക്ലാസ്സിന് ചില ജാതികൾക്ക് മറ്റ് ജാതികളോടും കോമ്പറ്റേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് മറ്റ് ജാതികൾക്ക് കൊടുക്കുന്നത് തെറ്റല്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. There is nothing in Article 341 which prohibits the same. അതായത് ആർട്ടിക്കിൾ 341 പട്ടികജാതി ലിസ്റ്റിൽ പ്രത്യേക കാറ്റഗറിയായി പരിഗണിച്ചുകൊണ്ട് അവരെ പ്രിഫർ ചെയ്യുന്നതിനെ എതിർത്തിട്ടുമില്ല എന്നാണ് പഞ്ചാബിൻ്റെ വക്കീൽ സുപ്രീം കോടതിയെ വായിച്ചിട്ടുള്ളത്. The Article 341 does not take away the power of the state under Article 16 clause 4 to make a provision of giving preference. അതായത് പട്ടികജാതിക്ക് അകത്ത് തന്നെ വീക്കർ സെക്ഷന് പ്രിഫറൻസ് കൊടുക്കുന്നത് ആർട്ടിക്കിൾ 16(4) എടുത്ത് കളഞ്ഞിട്ടില്ല, അത് തന്നിട്ടേ ഉള്ളൂ എന്നാണ് പഞ്ചാബിൻ്റെ വക്കീലിൻ്റെ വാദം. ഓക്കെ, അവിടെ എന്താ പറഞ്ഞേ? നോക്കൂ, അവിടെ പറഞ്ഞത് സച്ച് പ്രിഫറൻസ് ട്രീറ്റ്മെൻറ്റ് ഈസ് നോട്ട് ഓൺലി പെർമിസിബിൾ ബട്ട് നെസസറി ടു ബി ബ്രിങ് ഇക്വാളിറ്റി. അങ്ങനെയുള്ള പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അത് ഇക്വാളിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. സച്ച് പ്രിഫറൻസ് ട്രീറ്റ്മെൻറ്റ് ഈസ് നോട്ട് ഓൺലി പെർമിസിബിൾ, അനുവദിക്കുന്നില്ല എന്ന് അല്ല, ബട്ട് ഇറ്റ് ഈസ് നെസസറി ടു ബ്രിങ് ഇക്വാളിറ്റി. ഇക്വാളിറ്റി കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെയുള്ള പ്രിഫറൻസ് ആവശ്യമാണ്. ദസ് the decision of E.V. Chinnaya having been rendered by the co-ordinate bench in the 5-judge deserve to be referred to larger bench for the consideration. അതുകൊണ്ട് ചിന്നയ്യ എന്ന് പറയുന്ന ജഡ്ജിമെൻറ്റ് നിലനിൽക്കെ ഈ നിയമം നടപ്പാക്കാൻ പറ്റാത്തത് കൊണ്ട് ചിന്നയ്യയുടെ വിധി 5-അംഗ ബെഞ്ചിൽ നിന്ന് 7-അംഗ ബെഞ്ചിലേക്ക് കൊണ്ടുപോയി അത് ഓവർ റൂൾ ചെയ്യണമെന്നാണ് ഇവിടുത്തെ വാദം. ഡിസേർവ് ടു ബി റെഫേർഡ് ടു ലാർജർ ബെഞ്ച് ഫോർ ദ കൺസിഡറേഷൻ as the question of interpretation of various provisions of the Constitution involves the larger public interest and decision is contrary to earlier decisions. അതായത് E.V. ചിന്നയുടെ ജഡ്ജിമെൻറ്റിന് കോൺട്രറി ആയിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്, ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. അത് ആ ഒരു നിയമം നടപ്പാക്കണമെങ്കിൽ E.V. ചിന്നയെ ഓവർ റൂൾ ചെയ്യണം. ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് റെഫർ ദ ലാർജർ ബെഞ്ച് ടു സെറ്റിൽ ദ ലോ. അതുകൊണ്ട് ലാർജർ ബെഞ്ചിൽ വിട്ടാൽ മാത്രമേ ആ നിയമം സെറ്റിൽ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ 9 മണിക്ക് ഇനി 6 മിനിറ്റാണുള്ളത്. ബാക്കി നമുക്ക് 8-ാമത്തെ പാരഗ്രാഫ് മുതൽ നാളെ നോക്കാം. ഇത് കേട്ടിരുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാം. ഇത് വലിയ ഇഷ്യൂ ആയിട്ട് മാറും. എന്തായാലും ഇത് സുപ്രീം കോടതിയുടെ വിധി നമുക്കെതിരായിരിക്കും. നമുക്ക് സ്വന്തമായി ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ പാർട്ടിയൊന്നുമില്ല. BJP നടപ്പാക്കുകയും ചെയ്യും. ഇത് വലിയ ഇഷ്യൂസ് ഉണ്ടാക്കും. വലിയ ഇഷ്യൂസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പം സംവരണം കിട്ടിയവരുടെ മക്കൾക്ക് സംവരണം കിട്ടത്തില്ല. അതൊരു വലിയ പ്രശ്നമാകും. വിദ്യാഭ്യാസത്തിനും സംവരണം കിട്ടാൻ പോകുന്നില്ല, ഉദ്യോഗത്തിനും സംവരണം കിട്ടാൻ പോകുന്നില്ല. പിന്നെ മാത്രമല്ല ഈ വിദ്യാഭ്യാസം കിട്ടി 10 പൈസ കയ്യിലുണ്ടായതുകൊണ്ടാണ് നമ്മൾ ഈ ചരിത്രവും ഈ നിയമവും ഒക്കെ പഠിച്ചിട്ട് ഇതൊന്നും കിട്ടാത്തവരെ നമ്മൾ സഹായിക്കാൻ പോകുന്നത്. അപ്പോൾ അവരും നമ്മളും 2 ക്ലാസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും അവരെ സഹായിക്കാൻ പോകുന്നില്ല. കാരണം എന്താ? നമുക്ക് സംവരണമില്ല. സംവരണമില്ലാതെ നമ്മളെങ്ങനെ സംവരണം ഉള്ളവരെ സഹായിക്കാൻ പോകുന്നത്? ആ ഒരു സാഹചര്യം വരും. എന്ന് പറഞ്ഞാൽ പട്ടികജാതിക്കകത്ത് തന്നെ ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും വൈശ്യനെയും ശൂദ്രനെയും സൃഷ്ടിക്കും. നമ്മുടെ യൂണിറ്റിയും പൊളിയും. ഈ യൂണിറ്റിയും തന്നെ പൊളിഞ്ഞു പോകും. ഇത് വലിയ ഇഷ്യൂ ആണ്. ഇറ്റ് ഷുഡ് ബി അഡ്രസ്ഡ് വൈഡ്ലി ഇൻ ദ നേഷൻ. നിങ്ങൾക്ക് പറയാം, മൈക്കോണൊക്കെ പറഞ്ഞോ, ഞാൻ നിർത്തി, എൻ്റെ തൊണ്ടയും പറ്റി. ഹലോ, ഗുഡ് ഈവനിങ് സർ. യെസ് മാഡം. സർ, ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്നും പിന്നെ തെരഞ്ഞെടുക്കപ്പെടാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ, അതായത് ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്നവര് പിന്നെ അവരുടെ മക്കള് ഗവൺമെന്റ് സർവീസിൽ വരരുതെന്നാണോ പറഞ്ഞു വന്നത്? അങ്ങനെ അവർക്ക് സംവരണം കൊടുക്കത്തില്ല, അവർ ഓപ്പൺ മെറിറ്റ് മത്സരിച്ചോണം. അതായത് മെറിറ്റ് മത്സരിച്ചോണം അല്ലേ? മെറിറ്റ് മത്സരിച്ചോണം, റിസർവേഷൻ തരത്തില്ലെന്ന്.
Oh, that's correct. Okay, okay. I got it. Okay. Thank you. സാർ എന്നാൽ ഇതിപ്പോ ഹലോ, ആ ഇതിപ്പോ ഈ പിന്നെ ഇലക്ഷന് ഏത് തരത്തിലാണ് ബാധിക്കുക? ഇലക്ഷനിൽ ഇലക്ഷനെ ഇപ്പോ നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് കൈകാര്യം ചെയ്യണം. അതെ, ഇലക്ഷന് ഒരു MP ആയി അയാൾക്ക് പിന്നീട് മത്സരിക്കാനുള്ള അവസരവും മറ്റു കാര്യങ്ങളോ അതിനെക്കുറിച്ച് എങ്ങനെ നമ്മളിപ്പോ ചർച്ച ചെയ്ത് പറഞ്ഞിട്ടില്ല. താഴോട്ടുള്ളത് ഉണ്ടാവുമായിരിക്കും. ഉണ്ടാവുമായിരിക്കും? നിങ്ങൾക്ക് പറഞ്ഞെന്ന് അത്രയും വരെ ഞാൻ വായിച്ചിട്ടുള്ളൂ. ഞാൻ താഴോട്ട് വായിച്ചിട്ടില്ല. ശരി. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ആ. നമ്മൾ കുറെ പേര് സംരംഭകന്മാരാവും. ബാക്കി അവർ ഉദ്ദേശിച്ച പോലെ ഏറ്റവും താഴെയുള്ള പഴയ പിന്നെ വീക്ഷണം അനുസരിച്ച് പുഴുക്കള ആകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. നമുക്ക് സംവരണം കിട്ടത്തുമില്ല. സംവരണം തരുമെന്ന് പറയുന്നതിന് മത്സരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇല്ല. ഇതാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. ഇതിന് നമുക്ക് എങ്ങനെയാണ് നേരിടാൻ കഴിയുക എന്നുള്ളത് സാറ് പറഞ്ഞ് സുപ്രീം കോടതിയിൽ നമുക്ക് അനുകൂലമായ വിധി വരത്തില്ല എന്ന് പറയും. സുപ്രീം കോടതിയിൽ നമുക്ക് ക്യൂറേറ്റീവ് പെറ്റീഷൻ കൊടുത്തെന്ന് വെച്ചോ. സുപ്രീം കോടതി ഇപ്പം 5 അംഗ ബെഞ്ചിന്റെ പരിഗണനയിലായിരുന്നു കേസ്. 7 അംഗ ബെഞ്ചിന് വിട്ട്. 7 അംഗ ബെഞ്ചും ഇതേ വിധി തന്നെ പറയാന്ന് കരുതിക്കോ. പിന്നെന്തുവാ അതിനകത്ത് വഴിയുള്ളത്? പിന്നെ പാർലമെന്റ് വേറെ നിയമനിർമ്മാണം കൊണ്ടുവരണം. പാർലമെന്റ് നമ്മളെ സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കി നിൽക്കുക. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാന്ന്? അത് പാർലമെന്റ് അങ്ങനെ തന്നെയുള്ളൂ. നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാനേ നോക്കത്തുള്ളൂ. അപ്പൊ അവര് നിയമനിർമ്മാണം കൊണ്ടുവരത്തില്ലല്ലോ. ഇല്ല ഇല്ല. ദേശീയ തലത്തിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിക്കൊണ്ട് കംപ്ലീറ്റ് പാർലമെന്റ് മത്സരിക്കാൻ പറ്റുമെന്നോ? അത്ര പെട്ടെന്നുള്ള കാര്യമല്ല. അതാണ് നമ്മളൊന്നും പ്രിപ്പയർഡ് അല്ല. അവരെന്നേ പ്രിപ്പയർഡാ. അവര് നേരത്തെ പ്രിപ്പയർഡാ. നമ്മളിപ്പോഴും കാലത്തല്ലേ. അല്ല, രാമൻ ബാലകൃഷ്ണൻ സാറ് കേൾക്കുന്നുണ്ടോ? ഇത് സാറ് പോയെന്ന് തോന്നല്ലോ. സാറ് പോയോ? സാറ് കുറച്ചു നേരം ഉണ്ടായിരുന്നു. ഇപ്പൊ കാണുന്നില്ല. ശരി. നടേശൻ സാറോ? നടേശൻ സാറും ഇല്ല. നടേശൻ സാറുണ്ട്. അയ്യോ ഉണ്ട്. അബദ്ധം പറ്റിപ്പോയതാ. വിട്ടുകള. ഇങ്ങനെ കേട്ടത് ഞാൻ വാസ്തവത്തില് ഞാൻ നമ്മുടെ തലമുറകളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു പോയി. ഒരു കാര്യം സാറ് പറഞ്ഞത് ശരിയാ. ഈ പട്ടികജാതിക്കാരുടെ ഇടയിലേക്ക് ഒരു അവർണ വേർതിരിവ് ഉണ്ടാക്കുക എന്നുള്ള ഒരവസ്ഥാവിശേഷത്തിലേക്ക് സംഗതി വരും. ഒരു സംശയവും വേണ്ടത്. അത് തുടക്കത്തിൽ നമ്മളത് മനസ്സിലാക്കി നിൽക്കുന്ന അങ്ങനെ തന്നെയാണ്. ഓൾ ഇന്ത്യ ബേസിൽ തന്നെ വലിയൊരു പ്രക്ഷോഭത്തിനുള്ള തയ്യാറെടുപ്പ് തന്നെ ഉണ്ടാവണം. പ്രക്ഷോഭം കൊണ്ട് മാത്രമായില്ല, അധികാരമാണ് പ്രശ്നം. നമ്മളെല്ലാവരും ഈ മറ്റേ അരിവായ കുത്തി ആളുകളാണ്. അതിൽ വ്യക്തിമാർക്ക് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വളരെ തന്നെ കടന്നു പോയിരിക്കുക. എല്ലാവരും അതിനെന്ത് ചെയ്യാൻ കഴിയും? അതിന് ഇന്നലെ പിന്നെ ശാന്തമ്മ വക്കീല് പറഞ്ഞത് 4 തരത്തിൽ നേരിട്ടാൽ മാത്രമേ ഇതിന് പരിഹാരമാവൂ. ഒന്ന്, ഇലക്ഷനിലൂടെ അധികാരത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള പ്രവർത്തനം. 2, താഴെത്തട്ട് മുതൽ പ്രസിഡന്റ് വരെ നമ്മൾ ഈ കാര്യങ്ങളിലെ ബുദ്ധിമുട്ടുകൾ കാണിച്ചുകൊണ്ടുള്ള പരാതി കൊടുക്കണം. 3, ലീഗലായിട്ട് നേരിടണം. 4, നിലവിലുള്ള ജനപ്രതിനിധികൾക്ക് നമ്മളുടെ പരാതിയുടെ കോപ്പി കൊടുത്തിട്ട് അവരെ ഇന്നലെ വരെ മറ്റേ രാഷ്ട്രീയക്കാരുടെ പിന്നെ MLA ആയിരുന്നു. പട്ടികജാതിക്കാരന്റെ MLA ആകാൻ വേണ്ടി അല്ലെ പട്ടികവർഗക്കാരുടെ MLA ആകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം കൂടി നടത്തണം നമ്മൾ. ഇങ്ങനെ ഒരു 4 കാര്യമാണ് ഇന്നലെ നിങ്ങൾ പോയതിനു ശേഷം ഞങ്ങൾ ചർച്ചയിൽ വന്ന കാര്യം. പക്ഷെ അതിൽ ഒരു കാര്യം നിൽക്കുകയല്ല. നിയമപരമായി നേരിടുക എന്ന് പറയുന്ന കാര്യം നിൽക്കുകയല്ല. കാരണം ഗവൺമെന്റ് ഈ ഉത്തരവ് കിട്ടാൻ നോക്കിയിരിക്കുക അവിടെ നിയമം ഉണ്ടാക്കാൻ. അതെ. അല്ലാതെ ഇപ്പോൾ ഈ 7 അംഗ ബെഞ്ചിൽ എന്ത് ചെയ്യാൻ പറ്റും? 7 അംഗ ബെഞ്ചിൽ ശക്തമായ വാദിക്കാൻ പറ്റുന്ന ഒരു വക്കീലിനെ വെച്ച് വാദിപ്പിക്കണം. നമ്മുടെ ഒരാളെ വെച്ചാലും തന്നെ അയാൾക്ക് വേണ്ടി വാദിക്കാതെ നമുക്ക് വേണ്ടി വാദിക്കണമല്ലോ. അതെ അതെ. ശക്തനായ സുപ്രീം കോടതി അഡ്വക്കറ്റിനെ കൊണ്ട് തന്നെ വാദിപ്പിക്കണം. കാരണം കോൺസ്റ്റിറ്റ്യൂഷനിലെ 16(1), 16(4), 15, 14, 338, പിന്നെ 426, 427,
341. ഇതൊക്കെ കാണാപ്പാടം അറിയാവുന്നവരെ കൊണ്ട് വാദിപ്പിച്ചാലേ പറ്റൂ. പുസ്തകം തുറന്നു നോക്കി വാദിക്കുന്നവരെ കൊണ്ട് വാദിപ്പിച്ചാൽ ശരിയാവുക. എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനും ആര് കവർ ചെയ്തിട്ടുണ്ട്? പഞ്ചാബിന്റെ വക്കീൽ കവർ ചെയ്തിട്ടുണ്ട്. അതിനെ മറികടക്കണ്ടേ? എന്തായാലും കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അമന്തിയല്ല, ആകെ മാറ്റി ഇപ്പൊ നടക്കാൻ പോകുന്ന എന്താ അറിയാമോ? ഇത് കഴിഞ്ഞിട്ട് ഈ സംവരണം തന്നെ എടുത്ത് BJP കളയും. അത് കളയും, ആ സംശയമില്ല. ബാലകൃഷ്ണൻ സാറേ, നയപരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. സാറിന്റെ സാറിന്റെ അഭിപ്രായം കേൾക്കട്ടെ. പ്രസിഡന്റ് പറ, കേക്കട്ടെ. എനിക്ക് പറയാനുള്ളതേ, ഈ കേസ് തുടങ്ങി വെച്ചത് അഡ്വക്കേറ്റ് ശുക്ലയാണ്. അദ്ദേഹം നമ്മള് 2002 തൊട്ട് പരിചയക്കാരനാണ്. അപ്പൊ അന്ന് അതിന്റെ വിധിനായൊക്കെ ഇദ്ദേഹം എനിക്ക് അയച്ചു തന്നിരുന്നു. പക്ഷെ ഞാൻ പിന്നെ അതവിടെ ഇട്ടു. പക്ഷെ ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നത്, ഇവിടെ പാടത്ത് പണിയെടുക്കുന്ന, താറാവിനെ മേയ്ക്കുന്ന, തെങ്ങിന്റെ മുകളിൽ കയറുന്ന, പറമ്പ് കളയ്ക്കാൻ പോകുന്ന പട്ടികക്കാരന് എന്നാണ് റിസർവേഷൻ കിട്ടുക? നമ്മളിപ്പോ യൂണിറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ, നമ്മളിപ്പോ ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഹലോ, നമ്മളിപ്പോ എല്ലാവരും ജോലിക്കാരും പാടത്ത് പണിക്ക് പോകണനും പാവപ്പെട്ടവനൊക്കെ ഒന്നിച്ചാണ് നിൽക്കുന്നത്. ഇപ്പൊ എവിടെയാണ് യൂണിറ്റി ഉള്ളത്? ഈ യൂണിറ്റി എന്ന് പറയുന്നത് പാവപ്പെട്ടവരും മുന്നോട്ട് വരുന്നില്ല. എനിക്ക് കോൺട്രഡിക്ടറി ഉണ്ട് ഇപ്പൊ ഇതിലേക്ക് പറയാനായിട്ട്. ഞാൻ നെഗറ്റീവ് സൈഡിലേക്ക് പോവല്ല. പക്ഷെ ഈ പാവപ്പെട്ടവന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് വളർന്നു വരാവൻ. 35% റിസർവേഷൻ ഉണ്ടായിരുന്ന പട്ടികജാതിക്കാരൻ റിസർവേഷൻ ഉണ്ടായിരുന്നു. അത് 10 വർഷത്തേക്കാണ് ഉണ്ടായിരുന്നത്. ഈ കോൺഗ്രസ് ഗവൺമെന്റാണ് അത് അട്ടിമറിച്ചുകൊണ്ട് 22.5% 10 വർഷം എന്നുള്ള കാലാകാലത്തിൽ നീട്ടിവെച്ചുള്ളതാണ്. അതൊരു ചരിത്രമാണ്. അപ്പൊ ഈ പാവപ്പെട്ട താറാവിനെ വായിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ തെങ്ങ് കയറാൻ പോകുന്ന പട്ടികക്കാരന് എന്നാണ് മുന്നോട്ട് വരാൻ പറ്റുക? അവൻ എന്നും അടിത്തട്ടിൽ തന്നെ കിടക്കും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇത് പാവപ്പെട്ടവരിൽ നിന്ന് ചർച്ച തുടങ്ങണം. അല്ലാണ്ട് നമ്മൾ കുറെ ഉദ്യോഗസ്ഥന്മാർ കയറി നിന്ന് ചർച്ച ചെയ്താൽ ഇതിന്റെ സാങ്കേതിക വശത്തിലേക്ക് വരാൻ പറ്റില്ല. ഇത് ഉദാഹരണം പറയാൻ, എന്തുകൊണ്ട് ശുക്ല ഈ കേസിന് പോയി ഞാൻ പറയുകയാണെങ്കിൽ, മിസ്സിസ് മായാവതി വാൽമീകി കമ്മ്യൂണിറ്റിക്ക് ഒരു സീറ്റ് പോലും അവിടെ കൊടുത്തിട്ടില്ല. അവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം. ഇപ്പൊ മനസ്സിലായി ഞാൻ പറഞ്ഞ? മായാവതിയും അഡ്വക്കേറ്റ് ശുക്ല ഈ ബിലോങ്സ് ടു വാൽമീകി കമ്മ്യൂണിറ്റി. അവിടെ നിന്ന് തുടങ്ങിയ വഴക്കാണ് ഇതിലേക്ക് എത്തിയത്. അതാണ് അതിന്റെ ഒരു അങ്ങനല്ല കേസ്. ശരി, ഇനി സാർ പറയും. ഇത് 18 എന്ന് പറയുന്ന ഒരു സർക്കുലർ പ്രകാരം പഞ്ചാബ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം വാൽമീകി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, പിന്നെ വേറെ ഒരു സിഖ് പട്ടികജാതിക്കാർക്കും വേണ്ടി പട്ടികജാതിക്കാരുടെ 50% സംവരണവും നീക്കി വെക്കുന്ന ഒരു സർക്കുലർ ഇറക്കി. ഇത് കേസിന് പോയ കഥയല്ല. ആ സർക്കുലർ പഞ്ചാബ് ആൻഡ് ഹരിയാനയുടെ ഡിവിഷൻ ബെഞ്ച് റദ്ദ് ചെയ്തു. അതിന്റെ അപ്പീലുമായി സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി കേസ് ഫയൽ സ്വീകരിച്ചതേയില്ല, അപ്പോഴേ ഡിസ്മിസ് ചെയ്ത് കാട്ടിക്കളഞ്ഞു. അതേ പ്രൊവിഷൻ വെച്ചുകൊണ്ട്, അതാണല്ലോ നമ്മൾ ഹിസ്റ്ററി പഠിച്ചേ, അതേ പ്രൊവിഷൻ വെച്ചു. ഇത് കേസ് പോയ കഥയല്ല. സർക്കുലർ വന്നു, ആ കേസ് തട്ടിപ്പോയത് കൊണ്ട് എന്ത് ചെയ്തു? അതേ സർക്കുലർ നിയമമാക്കി. ആ നിയമം പഞ്ചാബ് കോടതി റദ്ദ് ചെയ്തു. അതിനെതിരെ എന്ത് ചെയ്തു? അപ്പീൽ വന്നു. അപ്പീൽ വന്നപ്പോ എന്താ പറഞ്ഞേ? ചിന്നയ്യ എന്ന് പറഞ്ഞ ആന്ധ്രാപ്രദേശിലെ ഒരു ജഡ്ജിമെന്റും കേരളത്തിൽ പണ്ടുണ്ടായിരുന്ന ഒരു ജഡ്ജിമെന്റും ശരിയായ രീതിയിലല്ല ഫ്രെയിം ചെയ്തത്. അതുകൊണ്ടാണ് ഈ നിയമം നിലനിൽക്കാത്തത്. ആ 2 കേസുകളും റിവൈസ് ചെയ്താൽ ഈ നിയമം നിലനിൽക്കും. ഇതാണ് ഇപ്പോഴത്തെ വാദം. അല്ല, ഇത് സമ്മതിച്ചു ഞാൻ. പക്ഷെ എനിക്ക് ലോവർ ലെവലിൽ നിന്ന് ചർച്ച ചെയ്ത് കൊണ്ടുവന്നാല് ഈ ഉയർന്നു വന്ന IAS മക്കള് IASഉം ഡോക്ടറുടെ മക്കള് ഡോയ്സും ബാങ്ക് മാനേജറുടെ മക്കള് ബാങ്ക് മാനേജർമാരാവുന്നു. ഈ പാവപ്പെട്ട താറാവിനെ വായിക്കാൻ നടക്കുന്നവൻ എന്നാണ് ആ റിസർവേഷൻ? അല്ലല്ല സാർ, അതിനകത്ത് വേറൊരു കുഴപ്പമുണ്ട്. ഇപ്പൊ തന്നെ നോക്കൂ, പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും പരീക്ഷ എഴുതിയ ഫുൾ അപ്പോയിന്റ്മെന്റ് ഇല്ല. ഇപ്പോ നോക്കൂ, കട്ട് ഓഫ് മാർക്ക് PSCയുടെ ഒരു കട്ട് ഓഫ് മാർക്ക് 85 ആക്കുന്നു കരുതിക്കോ.
പട്ടികജാതിക്കാർക്ക് എല്ലാവർക്കും ഒരു കട്ട് ഓഫ് മാർക്കാണ്. ഇപ്പം 85 മാർക്ക് കട്ട് ഓഫ് മാർക്ക് ആക്കിയാൽ പട്ടികജാതിക്കാർക്ക് ഇപ്പം ഉദ്യോഗസ്ഥന്റെ മകന് സംവരണം ഉണ്ടെങ്കിൽ അവനെങ്കിലും കയറും. താറാവിനെ മേയ്ക്കാൻ നടക്കുന്നവന്റെ മകൻ കയറത്തില്ല. കട്ട് ഓഫിനകത്ത് തന്നെ തട്ടി അങ്ങ് പോകും. ഈ കട്ട് ഓഫ് അങ്ങ് കൂട്ടിയേ പോരെ. ഇത്രയും ചെയ്യാൻ അറിയാമെങ്കിൽ അതാണോ അവർക്ക് ചെയ്യാൻ അറിഞ്ഞൂടാതെ? അതുകൊണ്ട് ഇപ്പൊ ഈ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ മോർ ബാക്ക്വേർഡ് എന്നും ലെസ് ബാക്ക്വേർഡ് എന്നും പറയുന്ന ക്ലാസിഫിക്കേഷൻ സംവരണം കൊടുക്കാൻ വേണ്ടി ഉള്ളതല്ല, സംവരണത്തിന് അർഹമായുള്ളവരെ ഒഴിവാക്കാൻ വേണ്ടിയുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞ ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ ഉദ്യോഗം കിട്ടിയവര് ഈ പാവപ്പെട്ട കമ്മ്യൂണിറ്റിയുടെ കമ്മിറ്റ്മെന്റ് കുറവാണ്. ഉദാഹരണം ബാങ്കിൽ വരെ ഞാൻ സമരം ചെയ്തിട്ടുള്ള എന്തിനാണെന്ന് വെച്ചാല് ഈ ഓഫീസർ സെലക്ഷൻ വരുമ്പോ അവര് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ചോദിക്കും. ഈ പരീക്ഷ എഴുതുന്നിടത്ത് എന്തിനാണ് കാസ്റ്റ് ലെവല്? അപ്പൊ ഞങ്ങളത് സ്ട്രൈക്ക് ചെയ്യുകയും അവിടെ ജയിക്കും. പരീക്ഷ എഴുതുന്നിടത്ത് കാസ്റ്റ് സെൽസ് കാണിക്കേണ്ടതെന്ന് പറയും. റിസൾട്ട് വന്നതിന് ശേഷം SC SCക്ക് 5 മാർക്ക് കുറച്ച് ഒരു പ്രൊവിഷൻ ഉണ്ട്, അത് വേണമെന്ന് പറഞ്ഞപ്പോൾ അക്കൊല്ലത്തില് 100 കണക്കിന് SC STക്കാരാണ് പേര് വന്നു. മറ്റത് എന്താ വെച്ചാല് ഇവര് കമ്പ്യൂട്ടറിൽ തന്നെ SC എന്ന് കാണുന്ന അവനാണ്ട് തോൽപ്പിക്കുക. അപ്പൊ 2 or 3 ആളോ പേര് വരുള്ളൂ. എന്നിട്ട് പറയും ദേ ആർ നോട്ട് ക്വാളിഫൈഡ് എന്ന് പറയും. അതൊരു ഫാക്റ്റാണ്. പക്ഷെ ഈ അങ്ങനെ ചെയ്തിട്ട് പ്രൊമോഷൻ കിട്ടി വന്നവർക്കോ ഈ ഞങ്ങൾ നേതാക്കന്മാരായി ചെയ്ത ആൾക്കാർ ഒരു മര്യാദ നന്ദിയൊന്നും കാണിക്കുന്നില്ല. അപ്പൊ ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നു അത് തന്നെയാണ്. പട്ടികജാതിക്കാരിലെ ഒരു വിഭാഗം പേര് സംവരണത്തിന് പുറത്തു പോകും. സംവരണം കിട്ടേണ്ടവരെ ഡിസ്ക്വാളിഫൈ ചെയ്യുകയും ചെയ്യും. സമ്മതിച്ചു. പക്ഷെ ഇത് മാത്രമല്ല അവരുടെ കട്ട് ഓഫ് മാർക്ക് ഒന്ന് ഉയർത്തിയാൽ മതി. ഇപ്പൊ 85 കട്ട് ഓഫ് മാർക്ക് PSCയുടെ, അത് 90 ആക്കി കാണിച്ചു കൊടുത്താൽ മതി. UPSCയുടെ കട്ട് ഓഫ് മാർക്ക് എത്ര? 80. ആ 80 പിടിച്ച് 90 കൊടുത്താൽ മതി, തീർന്ന്. അപ്പൊ മറ്റവരും കേറൂല, മറ്റവരും കേറത്തില്ല, നമുക്ക് സംവരണവും ഇല്ല. അവർക്ക് സംവരണമില്ല. അതെ അതെ അതെ. അപ്പൊ നമ്മുടെ കട്ട് ഓഫ് താഴ്ത്തി കൊണ്ടുവരുന്നു. അതല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ കട്ട് ഓഫിന്റെ കാര്യമല്ല. നമുക്ക് കേറാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, PSCക്ക് ഇപ്പൊ കോച്ചിങ്ങിന് പോകാതെ കിട്ടുമോ? ഇല്ല, പണ്ട് അല്ല 4 വർഷം സ്ഥിരമായി കോച്ചിങ്ങിന് പോകണമെങ്കിൽ ഇന്ന് ഇവിടെ എറണാകുളത്ത് വാങ്ങുന്ന ഒരു വർഷത്തേക്ക് 1 ലക്ഷം രൂപയാണ്. ഇപ്പൊ 4 ലക്ഷം രൂപ 4 വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, കട്ട് ഓഫ് കടക്കാൻ പറ്റൂ. സാറ് പറഞ്ഞതുപോലെ ഈ താറാവിന് മേയ്ക്കാൻ പോകുന്നവരുടെ മക്കൾ എങ്ങനെ ഈ 4 ലക്ഷം കൊടുക്കും? അല്ല, അതെന്ന് വെച്ചാല് അതിൽ തന്നെയാണ് ഇവിടെ പ്രശ്നം. ഇവിടെ ഇപ്പൊ PSCക്ക് പോകുമ്പോഴും 95% മാർക്കുള്ളതിന് മാത്രമേ ഫസ്റ്റ് 100 പേരില് റാങ്കിൽ വരുള്ളൂ. നമ്മൾ ഈ സാറ് പോയി, ലൈനിൽ പോയി. അപ്പൊ വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ പറ. ഗുഡ് ഈവനിങ് സാർ. ഹലോ. യെസ്, പറയൂ, കേക്കട്ടെ. ഗുഡ് ഈവനിങ് സാറേ. വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നിയമമാണ് ഇനി വരാൻ പോകുന്നതെന്ന് സാറിന്റെ ഇതുവരെയുള്ള സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായി. പക്ഷെ ബാലൻ സാറ് പറഞ്ഞപ്പം അതിന്റെ ഗൗരവതരമായിട്ടുള്ള ഒരു ഇടപെടൽ ഉദ്യോഗസ്ഥ തലത്തിൽ അല്ലെങ്കിൽ ഇതിലെ വരേണ്യവർഗം എന്ന് ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്ന ആളുകളുടെ ഇടയിൽ ഒരു ചർച്ച പോലും ആയിട്ടില്ല. ഇന്നത്തെ ഈ ചർച്ചയിൽ തന്നെ 13 ആളുകളാണ് ഇപ്പം എന്ത് ചെയ്തിട്ട് ലൈവായി വന്നിരിക്കുന്നത്. അപ്പൊ രാമൻ സാറ് പറഞ്ഞതുപോലെ ഈ ജോലി കൊണ്ട് വലിയ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടായ ആളുകളും വന്നിട്ടില്ല. സാറ് പറഞ്ഞ താറാവ് വളർത്തുകാരന്റെ ഇടയിലേക്കും ഈ ചർച്ച എന്ത് ചെയ്തില്ല, വേണ്ട രീതിയിൽ ചെന്നിട്ടില്ല. എനിക്കിത് ഓർമ്മ വരുമ്പോൾ ഈ ചർച്ചയിൽ തോന്നുന്നത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ വന്നപ്പോൾ ദേശീയ തലത്തിൽ വലിയ പ്രക്ഷോഭം ഉണ്ടായി. അപ്പം ആ രീതിയിൽ ഇപ്പം മായാവതി സാറായാലും അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ ഉദിത് രാജ സാറൊക്കെ ആണെങ്കിലും ഡൽഹിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് സ്റ്റേറ്റുകളിലും ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പൊ ദേശീയ തലത്തിൽ SC ST സംഘടനകളോട് കോർഡിനേഷൻ ഉണ്ടാവുകയും നല്ല രീതിയിലുള്ള അഡ്വക്കറ്റിനെ വെച്ച് അവിടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിൽ പ്രതിരോധിക്കുകയും നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഉദ്യോഗ മേഖലകളിൽ ഉൾപ്പെടെ ഈ വിധിയുടെ 17 18 പേജുകൾ ഇനി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. സാറിപ്പം 8 പേജുകളെ കൗണ്ടർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിന് 28 അപ്പം 78. അപ്പം ആ പേജുകളും കൂടി കൗണ്ടർ ചെയ്തുമ്പോൾ നമുക്ക് ചെറിയ തലത്തിലുള്ള ഉദ്യോഗമാണ്. നേരത്തെ പറഞ്ഞ ബാങ്ക് ആണെങ്കിലും IAS ആണെങ്കിലും ആ തലത്തിലേക്കൊക്കെ ഇത് വളരെ ഗൗരവതരമായി സംഘടനകളിലേക്ക് എത്തുന്ന തരത്തില് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ
എത്തുകയും നേരത്തെ മണിയപ്പ സാർ പറഞ്ഞ മാതിരി ദേശീയ തലത്തിലേക്ക് ഇന്ത്യൻ പ്രസിഡന്റിനും അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഒക്കെ കത്തുകൾ അയച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ജനകീയമായിട്ട് ഇതൊരു വലിയ വിപത്ത് SC/ST സമൂഹത്തെ വ്യാപിക്കുന്നുണ്ട് എന്നുള്ളത് താഴെത്തട്ടില് ഇപ്പൊ ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു, പിന്നെ നമ്മളുടെ ഗൃഹനിർമ്മാണ പദ്ധതിയായ ലൈഫിന്റെ പിന്നാലെയും അതുപോലെ തന്നെ മറ്റിതിന്റെയൊക്കെ ഇതുപോലുള്ള ഗൗരവതരമായി വലിയ ഒരു തലയ്ക്ക് മുകളിൽ ഒരു അപകടം വന്നിരിക്കുന്നത് ഒരു ചർച്ചയുമാവുന്നില്ല. അപ്പം ആ രീതിയിലേക്കുള്ള ഒരു ജനകീയ ചർച്ചയും പ്രക്ഷോഭവും കാര്യങ്ങളും ഒക്കെ ഈ വിധി കുറച്ചും കൂടി സ്റ്റഡി ചെയ്ത് മലയാളത്തിൽ അതിനെക്കുറിച്ചുള്ള ഒരു പുസ്തകങ്ങൾ അല്ലെങ്കിൽ അച്ചടി മാധ്യമങ്ങളിലൂടെ അത് നമ്മളുടെ ആളുകളിലേക്ക് എത്തിക്കുന്ന ഈ വിധിയുടെ ഒരു തനി മലയാള പകർപ്പ്, ഒരു കൈപ്പുസ്തകം എത്തിച്ചുകൊണ്ട് വിവിധ ദളിത് സംഘടനകൾക്ക് നമ്മളുടെ SC/ST പിന്നെ കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ വ്യാപകമായി വിതരണം ചെയ്യണം. അതിന് നമ്മുടെ ഉദ്യോഗ തലത്തിലുള്ള ആളുകളെ ആദ്യം ബോധവൽക്കരണം, അവരുടെ കയ്യിൽ നിന്ന് കോൺട്രിബ്യൂഷൻ. കാരണം ഇതൊക്കെ അച്ചടിച്ച് വിതരണം ചെയ്യുന്നതിനൊക്കെ ഒരുപാട് സാമ്പത്തിക ബാധ്യത വരും. അപ്പൊ അത് കൃത്യമായി ഒരു ഏറ്റെടുത്തുകൊണ്ട് പോകണം, നിയമപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി കോൺഫെഡറേഷന്റെ കേരളത്തിലെ ആളുകളെങ്കിലും ഇതിനൊരു നേതൃത്വം നൽകണം. ഇത് 14 ആളുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളുകൾക്ക് വിവിധ കേരളത്തിൽ എത്രയോ ദളിത് സംഘടനകളുണ്ട്, ഇവരുടെയൊക്കെ കൈകളിലേക്ക് ഈ സാധനങ്ങൾ എത്തട്ടെ. നവമാധ്യമങ്ങൾ ഈ രംഗത്ത് വളരെ അധികം സംഭാവന ചെയ്യാൻ കഴിയും. അത് നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ കഴിയട്ടെ. ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ എല്ലാ സഹോദരന്മാരും ചർച്ചയിൽ പങ്കെടുക്കൂ. മണി 9:15 എന്ന് വിചാരിച്ച് മിണ്ടാണ്ടിരിക്കാതെ. സാറേ ഇത് സാറ് പറഞ്ഞ ബേബി സിന്ധു അല്ലേ? ബേബി സിന്ധു അല്ല, ഞാൻ ജിതേഷ് ആണ്. ഇവിടെ SC/ST കോൺഫെഡറേഷൻ വയനാട് ജില്ലാ പ്രസിഡന്റിന്റെ മകനാണ്. അപ്പം അച്ഛൻ വേറൊരു വീട്ടിലാണ്. അദ്ദേഹത്തിന്റെ ഫോൺ അവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ വൈഫിന്റെ ഫോണാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മണിയപ്പൻ സാറിന്റെ ഒരു സ്റ്റുഡന്റ് ആണ്. യെസ് യെസ് യെസ്, യു ആർ വെൽക്കം. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ജനങ്ങളിൽ അത് നമുക്ക് മലയാളത്തിലാക്കി ഇതിന്റെ ഈ ജഡ്ജ്മെന്റ് ഒന്ന് മലയാളത്തില് ആക്കി എടുക്കുന്ന ഒരു ആ നിർദ്ദേശത്തോട് എനിക്ക് പൂർണ്ണമായ യോജിപ്പാണുള്ളത്. ആ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നടക്കും. ഇപ്പം ഒരു സംഘടന എന്ന നിലയ്ക്ക് കേരളത്തിൽ എന്തെങ്കിലും നമ്മളിപ്പോ വലുതാക്കി പറയണമല്ല, സ്വയം വലുതാകണമെന്നല്ല, കേരളത്തിൽ ഇന്നിപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സംഘടനാ സെറ്റപ്പിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് നമുക്കിതിനെ ചെറിയ ഒരു ലഘു പുസ്തകമായിട്ട് ഇതിനെ മാറ്റാൻ കഴിയുമെങ്കിൽ വളരെ നല്ല കാര്യം. രണ്ടാമത്തെ കാര്യം, പുതിയ എഡ്യൂക്കേഷൻ പോളിസി, അതും നമുക്കെതിരാണ്. അത് നമുക്ക് ഫലത്തിൽ വലിയ ദോഷം ചെയ്യും. അപ്പൊ ഇത് രണ്ടും കൂടി ഓരോ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ എന്ന തരത്തിൽ കണ്ടുകൊണ്ട് ഇതിനെ നമുക്ക് ഈ പറയപ്പെട്ട സാധാരണ ജനങ്ങളിലേക്കും അല്ലാതെ കുറച്ച് ഇന്റലക്ച്വൽസ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിലേക്കും ഇത് എത്രയും പെട്ടെന്ന് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ സാർ? എന്ന് ആലോചിക്കൂ പ്ലീസ്. ഒന്ന്, നവമാധ്യമങ്ങളെ കൂടുതൽ ആശ്രയിക്കണം. നാളെ മുതൽ വോയിസ് ആയിട്ടും എഴുത്തായിട്ടും ഇത് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോസ്റ്റ് ചെയ്യും. അതുപോലെ നിങ്ങളും ഇത് ഷെയർ ചെയ്യുകയോ എഴുതി പോസ്റ്റ് ചെയ്യുകയോ നിങ്ങൾ വോയിസ് പോസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യണം. നമ്മൾ 13 പേരുണ്ടെന്ന് വിചാരിച്ചാൽ പോരാ. 13 പേർക്ക് ഒരാൾക്ക് 10 പേരെ ചലിപ്പിക്കാൻ പറ്റിയാൽ തന്നെ 130 പേരായി. അവർ 10 പേരെ ചലിപ്പിച്ചാൽ എത്രയായി? 13,000 പേരായി. അങ്ങനെ ചലിപ്പിക്കാൻ പറ്റണം. ഇത് ഒരാൾ നിൽക്കുന്നു, 2 ആൾ നിൽക്കുന്നു എന്നല്ല. ബാബാ സാഹിബ് ഒറ്റയാളെ ഉണ്ടായിരുന്നുള്ളൂ, മഹാത്മാ അയ്യങ്കാളി ഒറ്റയാളെ ഉണ്ടായിരുന്നുള്ളൂ. എത്ര പേരെ ചലിപ്പിക്കാൻ പറ്റി? ആ ആർജവം നമ്മൾ വേണം. ബാബാ സാഹിബിന്റെ കഥ വായിച്ചിട്ടും മഹാത്മാഗാന്ധിയുടെ കഥ വായിച്ചും പ്രസംഗിച്ചാൽ മാത്രം മതിയോ? ആ ഊർജ്ജം സംഭരിക്കണ്ടേ? എന്താണെങ്കിലും ദേശീയ തലത്തിൽ ഇതിനെതിരെയുള്ള സ്റ്റെപ്പുകൾ ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നുള്ളത് അനിവാര്യമാണ്. ആ ഒരു അവസ്ഥാവിശേഷത്തിൽ നമുക്ക് നീങ്ങണം എന്നുള്ളത് എനിക്ക് പറയാം. ഞാൻ തുറന്നു പറയാലോ, ഇത് പുസ്തകം അടിച്ചു കൊടുത്താലൊന്ന് ഈ 78 പേജ് പുസ്തകമാക്കുമ്പോഴത്തേന് എത്ര ആവും? ഇതിന്റെ ഇരട്ടിയാവും. ഇത് ഒരു മനുഷ്യന് തുറന്നു വായിക്കാനൊന്നും പോകുന്നില്ല. നല്ല രീതിയിൽ നിങ്ങൾ വോയിസ് ക്ലിപ്പ് ഉണ്ടാക്കി അയച്ചു കൊടുക്കാമോ? ജനം കേൾക്കും. അല്ല, അതിൽ സാറേ വേറെ കാര്യം പറയാം. ആ, ഇതിപ്പോ ഈ ലഘു പുസ്തകം പറഞ്ഞ പോലെ ഇത് ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ ഇത് വന്നു കഴിഞ്ഞാല് എഡ്യൂക്കേഷൻ രംഗത്തും ജോലി സംബന്ധമായും പൊളിറ്റിക്സിലും അത് വലിയൊരു മാറ്റം ഉണ്ടാവും, ഇല്ലേ? സംശയമില്ലാത്ത കാര്യം. അപ്പൊ അതോടൊപ്പം ഈ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന സംഗതി ഇവര് 10 ഉദ്യോഗസ്ഥന്മാര് ഇപ്പോ സപ്പോർട്ട് ചെയ്യാനുണ്ട്. നാളെ ഇപ്പൊ ഒരു ഉദ്യോഗസ്ഥനും സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവില്ല. ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ എന്തായാലും ഇതൊരു വലിയൊരു പ്രശ്നമായി മാറും. അവിടെ തീ പറക്കും.
എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ സാർ, ഇവിടുത്തെ നമ്മളിത് ഉദ്യോഗസ്ഥന്മാർ ചർച്ച ചെയ്തതിന് ഉദ്ദേശമുണ്ട്. അതെ 7 തുടങ്ങി അംഗ വെക്കണം. ഭരണഘടനാ ബെഞ്ച് ഈ കേസ് എടുക്കുന്നതിന് മുമ്പേ സിറ്റുവേഷൻ വഷളാണ് എന്ന് ആരറിയണം? അതന്നെ. അല്ല അതിനെ നമുക്ക് ഇപ്പൊ അത് കോടതി സോഷ്യൽ മീഡിയയിൽ തുടങ്ങണം അല്ലേ നടേശ് സാറേ? യെസ്. ഇത് എല്ലാ ജില്ലയിലും നടേശ് സാറിന്റെ ഐഡിയ ഒക്കെ ചെയ്തിട്ട് നമ്മളിപ്പോ 14 പേരേ ഉള്ളൂ. അത് ഈ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് പോണം. ഞാൻ കുറച്ച് കഴിഞ്ഞ് കൊറോണ വിളിക്കാം. വ്യാപിച്ച ഞാൻ ക്ലാസ് പോലെ അത് കഴിഞ്ഞില്ല. വ്യാപിക്കുന്നു. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതാ നമുക്ക് സോഷ്യൽ ഇപ്പൊ നമ്മൾ അന്ന് ചെയ്തപോലെ 77 ആൾക്കാരും ഡിമാൻഡ് വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വരിക. നമ്മളെ സംബന്ധിച്ചോളം ഇപ്പൊ നമ്മുടെ പ്രശ്നം എന്താ? അട്രോസിറ്റീസും അല്ല നമ്മുടെ പ്രശ്നം, ഈ അതുപോലെ തന്നെ ഈ എയ്ഡഡ് സെക്ടറും അല്ല നമ്മുടെ പ്രശ്നം, നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇപ്പൊ വന്നത്. അപ്പോ നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടാണ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന എവിടെ സ്വാതന്ത്ര്യം കിട്ടി? നമുക്കൊരു സ്വാതന്ത്ര്യം ഇല്ല. നമ്മള് മണ്ണിൽ കിടക്കാനും മരത്തിന്റെ മുകളിൽ കയറാനും മാത്രമേ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അതാണ് കാര്യങ്ങൾ. അപ്പൊ എന്തായാലും നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് പോകേണ്ട കാര്യം ഉടനെ ഒരു തീരുമാനം എടുക്കുക. എന്നിട്ട് പഴയ പോലത്തെ അന്നത്തെ പോലെ 77 സംഘടനകൾ കൂട്ടിയ പോലെ അവരെ കൂട്ടി ചേർക്കുക. അല്ലേ മണിയപ്പൻ സാർ എന്ത് പറയുന്നു? ഹലോ, മായ പരിപാടിക്ക് ഇവിടെ വന്നിരുന്നു. അന്ന് നടേശൻ സാർ അയ്യങ്കാളിയെ കുറിച്ച് ഒരു ബുക്ക് കൊണ്ടുവരുന്നു, മഹാമേരുവായ അയ്യങ്കാളി എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ പാടിയിട്ട്. പക്ഷെ അത് മലയാളത്തിൽ വന്നപ്പോൾ താഴേക്കിടയിലെ ആളുകൾക്ക് അത് വായിച്ചിട്ട് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു, അയ്യങ്കാളിയെ ഈ മലബാർ മേഖലയിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള ആളുകൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പൊ ഈ സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നു, അതുപോലെ തന്നെ ഇതിലെ ക്രിമിനലായ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ നാളുകളിൽ ബാധിക്കുമെന്ന് പറയുമ്പോൾ സാധാരണക്കാരൻ പറയാ അത് ഉദ്യോഗസ്ഥന്മാരുടെ മക്കൾക്കല്ലേ സംവരണം ഇല്ലാതായി പോവുക. പ്രത്യക്ഷത്തിൽ ഇവിടെ SC/ST മുഴുവൻ സംവരണങ്ങളും നീക്കം ചെയ്തു പോകുന്ന രീതിയിലേക്കാണ് ഇന്ത്യ ഭരിക്കുന്ന ആളുകൾ പോകുന്നത് എന്നുള്ളത് സാധാരണ ജനങ്ങൾ എത്തണം. അപ്പൊ നമ്മളിവിടെ ആളുകൾ ഇടതും വലതും നിന്നിട്ട് എന്ത് ചെയ്യുന്നില്ല, ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, ആ ചർച്ച എത്തുന്നില്ല. അപ്പൊ മുമ്പ് ഇവിടെ ഗിർത്താഡ്സില് അന്നൊരു ഡയറക്ടർ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം കൂടുതൽ ആളുകൾ SC/ST വിഭാഗങ്ങളെ ഈ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താൻ നോക്കിയപ്പോൾ നമ്മളെ കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള കിർത്താഡ്സ് ഓഫീസിലൊക്കെ മണിയപ്പ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ കേരള ഹരിജൻ സമാജത്തിന്റെയും പട്ടികജാതി വർഗ സമാജത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ കോഴിക്കോട് നടക്കുകയുണ്ടായി. അത് കേരളത്തിൽ മുഴുവനും ആ പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടക്കുകയും കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്തൊക്കെ ഇത്തരം പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് ഇതിന്റെ ഈ ജഡ്ജ്മെന്റ് കൃത്യമായി മലയാളീകരിച്ച് സംവരണം നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ബോധം നമ്മുടെ ജനങ്ങളുടെ ഇടകളിൽ എത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഒരു പുസ്തകമായിട്ട് അതിന്റെ ചെലവ് എന്താ വെച്ചാൽ നമുക്കറിയാം ഒരുപാട് BA-ക്കാരും MA-ക്കാരും IAS ഒക്കെ ഉണ്ട്. അപ്പം ഈ ക്രീമിലെയർ വിഭാഗത്തിന്റെ അതിന്റെ സാമ്പത്തികം കണ്ടെത്തി ഇപ്പൊ നടേശൻ സാറും രാമൻ സാറും മണിയപ്പ സാറും ഒക്കെ വിചാരിച്ച കുറെ ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് കാണാൻ കഴിയും. ആ പ്രിന്റിങ്ങിന്റെ ഒരു കോസ്റ്റ് നമ്മൾ എടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ ചർച്ച അവസാനിക്കുമ്പോഴേക്കും ഒരു നയരേഖ സംസ്ഥാന തലത്തിൽ ഉണ്ടാവണം. അതിന്റെ നേതൃത്വ സ്ഥാനം SC/ST കോൺഫെഡറേഷൻ നടേശൻ സാറും രാമൻ സാറും ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ജിതേഷ് പറഞ്ഞ പോലെ ഒരു പോയിന്റ് ഇതിലുണ്ട് കേട്ടോ. ജിതേഷ് പറഞ്ഞൊരു പോയിന്റ്, അതായത് ഉദ്യോഗസ്ഥന്മാരുടെ മക്കൾക്ക് ഉദ്യോഗം കിട്ടാൻ ഞങ്ങൾ എന്തിന് തെരുവിലിറങ്ങണമെന്ന് ഇവിടുത്തെ പാടത്ത് പണിക്കാനും താറാവ് പിടിക്കാൻ വളർത്താൻ പോകാനും പറയുന്ന ഒരവസ്ഥ നമ്മൾ യഥാർത്ഥ രീതിയിൽ ബോധവൽക്കരിച്ചാലേ ഇത് വിജയിക്കുള്ളൂ. നമ്മുടെ യൂണിറ്റ് തന്നെയാണ് മെയിൻ അജണ്ട. അപ്പൊ അതിനുള്ള ഇത് സെറ്റപ്പ് നമുക്ക് ബോധവൽക്കരണം നടത്തണം. കാരണം ഇപ്പൊ പൊളിറ്റിക്കൽ പാർട്ടിക്കാരൊക്കെ ഇതിനെ അനുകൂലിക്കും കുറെ പേര്. കാരണം വേട്ടുവ സമുദായത്തെ പട്ടികജാതി ലിസ്റ്റിൽ നിന്ന് മാറ്റി ഒരു കാലഘട്ടത്തിൽ. അന്ന് നമ്മുടെ വീട്ടിൽ നിന്നാണ് അതിനുള്ള സമരങ്ങൾ സന്നാഹങ്ങളായിട്ട് പോയതൊക്കെ. പക്ഷേ ഈ സന്നാഹം നടത്തി SC ലിസ്റ്റിലേക്ക് തിരിച്ചു വന്നപ്പോൾ അതിന്റെ ഗുണഭോക്താവ് വന്ന ആളാണെന്ന് വെച്ചാല് ഗീതാ ഗോപി എന്ന് പറഞ്ഞ MLA ആണ്. പക്ഷെ അവള് ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാല് ആരാണ് ഈ വീട്ടമ്മമാരുടെ നേതാവ്? ഞങ്ങൾക്ക് അറിയില്ല, അങ്ങനെ ഒരു ജാതിയെ കുറിച്ച് എനിക്ക് അറിയില്ല എന്നാ പറഞ്ഞ പെണ്ണ്. അപ്പൊ ഒരു രാഷ്ട്രീയക്കാരന്റെ സപ്പോർട്ട് നമുക്ക് കിട്ടൂല. അതാണ് ഗീതാ ഗോപി MLA ഞാനായിട്ട് തെറ്റാനുള്ള കാരണം. അതിനു മുമ്പ് ഞാൻ അവരെ വിളിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു എന്റെ വീട്ടിൽ നിന്നാണ് ഇതിന് മെമ്മോറണ്ടം തയ്യാറാക്കി കൊണ്ടുപോയത്. അപ്പൊ അതുപോലെയുള്ള സംഭവം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അവരുടെ സപ്പോർട്ട് കിട്ടില്ല. നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ട് നമുക്ക് കിട്ടില്ല. നമ്മുടെ ആൾക്കാരെ മിസ്ഗൈഡ് ചെയ്യാനുള്ള, ഞാൻ ഈ നേരത്തെ ഇപ്പൊ ജിതേഷ് പറഞ്ഞുള്ള പോയിന്റില്ലേ, അവർക്ക് വേണ്ടി എന്തിനാ നമ്മൾ തെരുവിലിറങ്ങുമെന്ന് ചോദിക്കും. മനസ്സിലായി ഞാൻ പറയുന്നത്? അപ്പൊ രാഷ്ട്രീയമായിട്ട് നമ്മൾ വിജയിച്ച, അതായത് ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ത്യയില്
50 ലക്ഷം ആൾക്കാരെ സെക്രട്ടേറിയറ്റ് പഠിക്കാൻ നിർത്തിക്കൊണ്ട് സമരം ചെയ്തിട്ടുണ്ട് കേരളത്തിലെ പട്ടികജാതി സംയുക്ത വേദി എന്ന് പറഞ്ഞ പാർട്ടി. അതിനെതിരെ ഒരു ജഡ്ജിയാണ് കേസ് കൊടുത്തത്. ആ ജഡ്ജി പട്ടികജാതിപ്പെട്ട പെണ്ണാണ്. ഇപ്പൊ മനസ്സിലായോ? എന്നിട്ട് ജാമ്യം കിട്ടാണ്ട് 1 മാസം 20 സഖാക്കള് തൃശ്ശൂർ ജയിലിൽ കിടന്നു. മനസ്സിലായി? അതിലേക്ക് TV ബാബുയൊക്കെയാണ് അതിൽ സമരം നയിച്ച ആൾക്കാര്. അപ്പോൾ അവിടെ നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിന് സപ്പോർട്ട് കിട്ടില്ല. ഇത് ഒരു പോയിന്റാണ് ജിതേഷ് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ മണിയപ്പൻ സാർ പറഞ്ഞ പോലെ, നടൻ സാർ പറഞ്ഞ പോലെ. ഇവിടെയാണ് നമ്മുടെ നമുക്ക് കേരളത്തിലെ ഏകീകരണത്തെ പറ്റി ചിന്തിക്കാം. അതോടൊപ്പം തന്നെ ന്യൂഡൽഹിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ദേശീയ ഡിമാൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അതിന്റെ അവസാനത്തോടു കൂടി അതിന് ബാക്കി കാര്യങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള സംവിധാനം നമുക്ക് തുടങ്ങി വെക്കാം. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോൾ ഇത് കൺക്ലൂഷൻ ആവണേ മുമ്പ് നടേശ് സാർ വേറെ ആരൊക്കെയാണ് സംസാരിക്കാനുള്ളത്? ദിലേഷ്, ഗോപി, പിയൂസ്, രാജപ്പൻ ഒന്നും സംസാരിച്ചില്ലല്ലോ. മണിയപ്പുറം പറഞ്ഞോട്ടെ. ഇനി പറയും ഞാൻ കൂടുതൽ പറഞ്ഞു. ഞാൻ അല്ല, അതെ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇന്നലെ ഇതിന്റെ ആകത്തുകയായിട്ട് ഇന്നലെ ഒരു തീരുമാനം ശാന്തമൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല. ഇത്രയും ഇപ്പൊ ബാലകൃഷ്ണൻ സാർ പറഞ്ഞ, അല്ലെങ്കിൽ ഈ ഉത്തരവിനെ കുറിച്ച് അല്ല പറഞ്ഞത്, ഒരു പൊതു സ്വഭാവമാണ് പറഞ്ഞത്. അത് മനസ്സിലാക്കിയെടുത്തോളം നമ്മള് ഈ നവമാധ്യമങ്ങളിലൂടെയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊപ്പം തന്നെ ഭരണരംഗത്തിരിക്കുന്ന ആൾക്കാർക്ക് റിട്ടേൺ ആയിട്ട് പരാതികൾ എത്രയും വേഗം എത്തിക്കണം. അത് പ്രസിഡന്റും പ്രധാനമന്ത്രിക്കും മാത്രം പോരാ. ദേശീയ ST കമ്മീഷനും നമ്മുടെ ജനപ്രതിനിധികൾക്ക് തന്നെ. അപ്പൊ അതിനുള്ള ഒരു പെറ്റീഷൻ ശാന്തമ്മ സാറ് പ്രിപ്പയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ബാലകൃഷ്ണൻ സാറും കൂടി നോക്കിയതിന് ശേഷം നമ്മള് ഒരു പെറ്റീഷൻ ആദ്യം തന്നെ അയക്കുക എല്ലാ സ്ഥലത്തേക്കും. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ പത്രവാർത്തകൾ നമ്മൾ കൊടുക്കണം. പത്രവാർത്തകൾ പല സ്ഥലത്തുനിന്ന് വരണം. ഈ കൊടുക്കുന്ന പെറ്റീഷൻ നമ്മുടെ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് അതിന്റെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതിനായിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ ആശങ്ക ബാലകൃഷ്ണൻ സാറ് പൃഥ്വിരാജ് സാറിനെ വിളിച്ച് പറയണം, ചോദിക്കണം, അന്വേഷിക്കണം പറഞ്ഞിരുന്നു. അപ്പൊ ആ വഴിക്ക് ഒരു ഭാഗം നടത്തുക. മറ്റൊരു കാര്യം, ഇതിന് കോടതിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ സാറ് പറഞ്ഞതുപോലെ നല്ലൊരു വക്കീലിനെ കണ്ടെത്തി അവർക്ക് ഇപ്പൊ സുപ്രീം കോടതിയിലേക്ക് എഴുന്നേറ്റിട്ട് ഞാനൊരു കേസ് നടത്തിയതാ. അറിയായിട്ട് വില എത്രയെന്നറിയാം. പോലീസ് അസോസിയേഷന്റെ ആയി ബന്ധപ്പെട്ട് നമ്മുടെ MV രാഘവനെ കൊല ചെയ്ത MV രാഘവനെ കൂത്തുപറമ്പില് അപ്പൊ അതില് പോലീസ് വെടിവെപ്പിൽ 14 പേര് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് 5 പേര് മരിക്കുകയും 14 പേർക്കെതിരെ പോലീസുകാർക്കെതിരെ കൊലക്കുറ്റം എടുത്തു. അവരെ പിരിച്ചുവിട്ടു. അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ഞാന്. അന്ന് ഞങ്ങൾ കേസ് പറഞ്ഞപ്പോ ഒരു വക്കീൽ എഴുന്നേറ്റിട്ട് യെസ് സാർ അല്ല നോ സാർ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയായിരുന്നു. അതിന് രാഷ്ട്രീയ ഇടപെടലിലൂടെ 50,000 ആക്കി. അപ്പൊ അത്രയും ജനമുള്ളൊരു കേസാണിത്. ഇത് നമ്മുടെ ദേവസ്വം കോടതിയിൽ പോയിട്ടൊരു വക്കീലിനെ കണ്ടി 2,000 കൊടുത്ത് തീരാവുന്ന വിഷയമല്ല. അപ്പൊ സാമ്പത്തികം ഒരു വലിയ ഘടകമാണ്. അതോടൊപ്പം അപ്പൊ കേസ് നടക്കണം. പ്രക്ഷോഭം പ്രതിഷേധങ്ങൾ ഇപ്പൊ ഈ കോവിഡ് കാലത്ത് പ്രക്ഷോഭ പ്രതിഷേധം നടക്കത്തില്ല. മറിച്ച് നമുക്ക് നടത്താവുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം നടത്തിയതുപോലെ ഒരു വെർച്വൽ റാലി. അങ്ങനെ വെർച്വൽ റാലിയും പ്രതിഷേധ പരിപാടികളും ഒക്കെ ആയിട്ട് പോവുകയും ഇതൊരു രാഷ്ട്രീയമായിട്ട് മറ്റു രാഷ്ട്രീയക്കാര് ഇടപെടുന്നില്ലെങ്കിലും വലിയ വിഷയമാക്കുന്നതിന് നമുക്ക് ശ്രമിക്കണം. ഇപ്പൊ ഈ 24 ചാനലിൽ എന്ത് വിഷയം ഉണ്ടായാലും അപ്പൊ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. ആരെങ്കിലും ശ്രീകണ്ഠൻ നായരുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വിഷയം അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ, അയാളെ കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ കഴിഞ്ഞാൽ വലിയൊരു വിജയമായിരിക്കും. അവരൊക്കെ സവർണരാണ്, അത് വേറെ പ്രശ്നം. അപ്പൊ ആ ഒരു രീതിയിലേക്ക് കൂടി 4 തലങ്ങളിലായിട്ട് നേരിടണം എന്നാണ് ഇന്നലെ അവിടുത്തെ തീരുമാനം. നേരത്തെ നിങ്ങൾക്കൊക്കെ പോകേണ്ടി വന്നു ഇരുട്ടായതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വഴിക്ക് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
എന്റെ അഭിപ്രായം എന്ത് തന്നെയായാലും ശരി, എന്റെ അഭിപ്രായം എന്ത് തന്നെയായാലും ശരി, നമ്മൾ എല്ലാവരും കൂടി കൂടിയിരുന്ന് അല്ലെങ്കിൽ എല്ലാവരുടെയും കൂടി അഭിപ്രായം അറിഞ്ഞ് എടുക്കണം. എത്ര ലഘൂകരിച്ച് ചെയ്യാൻ കഴിയും, പക്ഷെ എത്ര മൂർച്ചയോടുകൂടി ചെയ്യാൻ കഴിയും, അത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ കഴിയും. ഇത് ഓരോരോ ഘട്ടഘട്ടമായിട്ട് ചെയ്യാൻ നോക്കിയാൽ അപ്പോഴേക്ക് കാലം കിടന്നു പോകും. ശരി സാർ. അപ്പൊ ഇതില് പറയാനുള്ളത് ഒന്നുകൂടെ ഒരു സെക്കൻഡ് കൂടി എടുക്കുന്നുണ്ട്. അല്ല ഈ സാറേ, ബാക്കി ആൾക്കാർ താഴെത്തട്ടിലുള്ള സംസാരിക്കട്ടെ. ജനങ്ങൾക്ക് സാറ് ഇപ്പോൾ സാമ്പത്തികം ഇല്ല, സംസാരിച്ചാൽ ബാക്കിയുള്ളവർക്ക് അവർക്ക് ഇതിന്റെ സംസാരിക്കട്ടെ. ഗൗരവം അറിയില്ല. അപ്പൊ നമ്മളെപ്പോലുള്ള ഉദ്യോഗസ്ഥന്മാർ മാത്രമേ അവരെ ഒരു നേർവഴിക്ക് നടക്കാനുള്ള വഴി കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഉത്തരവാദിത്തം നമ്മുടെ ചുമലിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഇപ്പൊ 14 പേരേ ഉള്ളൂ, പക്ഷേ നമ്മുടെ ചുമലിലാണ് ആ വലിയ ഉത്തരവാദിത്തം ഇരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചോളം. അപ്പൊ അതിനുള്ള നടപടികളുമായി കോൺഫെഡറേഷൻ മുന്നോട്ട് പോകണമെന്നാണ് ഞാനിപ്പോ പറയുന്നുള്ളൂ. നടേശ് സാർ പറയാം. എന്തായാലും ശാന്തമ്മ നടേശ് സാറേ, ഇല്ല സംസാരിക്കാത്തവർ സംസാരിക്കട്ടെ. വെയിറ്റ്. തീർന്നോ? രാജ സാറേ, പിന്നെ വക്കീൽ സാറേ, നില്ല് സംസാരിക്കാത്തവർ അവസരം കൊടുക്കട്ടെ. ഇല്ല, ഞാനുണ്ട്. അതായത് യെസ്, നാളെ തന്നെ നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക്, അതായത് നമ്മളുടെ ഗ്രൂപ്പ് മാത്രമല്ല, അതെ, ഫേസ്ബുക്ക് അടക്കമുള്ള മാധ്യമങ്ങളിലേക്ക് ഈ സാധനം നാളെ ഞാൻ ഇതിന്റെ മാറ്റർ തയ്യാറാക്കി ഞാൻ ബാലൻ സാറിന് ഒന്ന് കൊടുത്തിട്ട് ഒന്ന് പരിശോധിച്ചിട്ട് നമുക്കത്, പക്ഷെ വൺ കണ്ടീഷൻ നമുക്കറിയാം. ഈ കഴിഞ്ഞ ഒരു ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നം വന്നപ്പോ നമ്മുടെ ഒരു പോസ്റ്റ് ഇട്ടപ്പോ 200 ഷെയറാ ഉണ്ടായത്. 200 ഷെയർ. അതുണ്ടാക്കിയ പ്രകമ്പനം ചെറുതൊന്നും ആയിരുന്നില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വളരെ ബോധപൂർവം, ഇപ്പൊ ഞാനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ പോസ്റ്റ് കൈമറിഞ്ഞ് ഒരു ഒറ്റ മണിക്കൂറിനുള്ള അത് ഒരു 100-300 ഷെയറുകളായിട്ട് മാറ്റാൻ നമുക്ക് കഴിയണം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ മണിക്കൂറിനോട് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. അതിനുവേണ്ടിയുള്ള മെനക്കെട്ട് നമ്മുടെ എല്ലാവരും ചെയ്യണം. എല്ലാവരും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ എന്റെ മനസ്സിലേക്ക് വരുന്നത്, ട്രിവാൻഡ്രം അല്ലെങ്കിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത്, കോഴിക്കോട് ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു, കോഴിക്കോടല്ല എറണാകുളം, ഒരു പത്രസമ്മേളനം വിളിക്കുക. ആ പത്രസമ്മേളനത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സ്റ്റഡീഡ് ആയിട്ടുള്ള വ്യക്തി എന്ന നിലയ്ക്ക് ബാലപ്രസന്നൻ സാർ ഉണ്ടാവണം. അദ്ദേഹം കൂടെ ഇരുത്തിക്കൊണ്ട് പത്രസമ്മേളനം നടത്താനുള്ള ഒരു പരിപാടിയും കൂടെ തൽക്കാലം നമുക്ക് ഇതിന്റെ ഒരു എറണാകുളത്ത് വിളിക്കുന്നതാണ് സംസ്ഥാന തലത്തിൽ കവർ ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അടിയന്തരമായിട്ട് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും പത്രസമ്മേളനം വിളിക്കുകയും ചെയ്യുക. ബാക്കി അതൊക്കെയല്ല, ഇതിന് സമയമല്ല. ഇതിനൊന്നും പരമാവധി നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു വലിയ ഒരു ഭഗീരഥ പ്രയത്നം തന്നെ നമ്മൾ തുടങ്ങേണ്ടിയിരിക്കുന്നു. നാളെ തുടങ്ങുന്ന പരിപാടികൾ. അതാണ് ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാം. ഞാനൊരു മാറ്റം തയ്യാറാക്കി. രാജമാഷേ പോയാ? സന്ദീപ് ഓണാക്ക്. വക്കീൽ സാർ ഒരെണ്ണം തയ്യാറാക്കണം, ഒരു ഇംഗ്ലീഷില്. അത് നമുക്ക് ഡൽഹിയിലേക്ക് അയച്ചു കൊടുക്കാം കേട്ടോ. എനിക്കറിയാലോ, ഞാൻ ചെയ്യാം സാർ. ഓക്കെ, ശാന്ത മാഡത്തിനോട് പറഞ്ഞിട്ട് ജോയിന്റ് ആയിട്ട്. സന്ദീപ് ഓണാക്ക്. രാജമാഷ് പോയോ? ഇല്ല. അടുത്ത ആരുണ്ട്? പയസാർ സംസാരിക്കുന്നോ? പയസ് രാമപുരം ഇല്ല. ബേബി സിന്ധു സംസാരിക്കുന്നോ? ബേബി സിന്ധു സംസാരിക്കുന്നുണ്ട്. പറയൂ കേക്കട്ടെ. സാറ് വളരെ സ്വാഗതാർഹമായ നിർദ്ദേശങ്ങളാണ് നടേശൻ സാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ മേഖലയിലെ SC/ST കോൺഫെഡറേഷൻ തന്നെ കേരള സ്റ്റേറ്റിൽ അതിന്റെ ഉജ്ജ്വലമായ നേതൃത്വം ഏറ്റെടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ എറണാകുളം കേന്ദ്രീകരിച്ചും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചും മലബാറിന്റെ തലസ്ഥാനമായ കോഴിക്കോട് കേന്ദ്രീകരിച്ച് നമ്മുടെ സവിൻലാലിനെ പോലെ മണിയപ്പ സാറെ പോലെയുള്ള ആളുകളുണ്ട്. 3 കേന്ദ്രങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് 1,00,000 കത്തുകൾ അയക്കുക എന്നുള്ള രീതിയിൽ ഇതിനെതിരെ കേന്ദ്ര ഗവൺമെന്റിനും നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടിക്ക് നമ്മൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇതിന്റെ മെയിൻ സ്ട്രീമിൽ നമ്മൾ വരികയും അഡ്വക്കേറ്റ് സജി ചേരമനെ പോലെയുള്ള AS4ന്റെ നേതാക്കളെയും ദളിത് പാന്തേഴ്സും അല്ലെങ്കിൽ ദളിത് സംഘടനകൾ കേരളത്തിൽ വേറെ കുറെ ആളുകളുണ്ട്, വെൽഫെയർ പാർട്ടി അങ്ങനത്തെ ആളുകൾ, അവരുമായിട്ട് നമുക്ക് യോജിക്കാൻ കഴിയുകയും ചെയ്യാം. പിന്നെ ചേരമൻ
സഭയുടെ ഒരു TV ആള് ചേരമർ TV-യുമായിട്ട് കോട്ടയത്ത് നിന്നുള്ള നമ്മളൊരു പേര് കിട്ടുന്നില്ല. അങ്ങനെ കുറെ മാധ്യമ സുഹൃത്തുക്കളും നമ്മളുടേതായിട്ട് ഉണ്ട്. അപ്പം ഇതിന്റെ ഒരു അഗ്നിക്ക് തീ കൊളുത്തുന്നത് ശ്രീ നടേശൻ സാറായിരിക്കണം, രാമൻപാലൻ സാറായിരിക്കണം. അത് കേരളത്തിലെ ഈ നേരത്തെ പറഞ്ഞ ബാലപ്രസന്ന സാറും ശാന്തമ്മ സാറും ഉൾപ്പെടെയുള്ള ആളുകൾ എറണാകുളം കേന്ദ്രീകരിച്ചും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചും മലബാർ കേന്ദ്രീകരിച്ചും നമുക്ക് ആദ്യ തലത്തിൽ ഇതിന്റെ ഒരു പ്രതിഷേധ കത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും പാർലമെന്റിലും അതുപോലെ നമ്മുടെ കേരളത്തിലുള്ള MP-മാർക്കും പിന്നെ MLA-മാർക്കും അയച്ചുകൊണ്ട് അവരെ ഒന്ന് ഉണർത്തുന്ന ഒരു പരിപാടിക്ക് തുടക്കം കുറിക്കണം ഒട്ടും വൈകാതെ. എന്നിട്ട് അത് നമ്മൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും പോസ്റ്റ് ചെയ്യുമ്പം അതിനെ നമുക്ക് നമ്മുടെ നേതൃത്വത്തിൽ ഒരു തിരിച്ചറിവ് നടന്നിരിക്കുന്നു. അത് മറ്റ് ദളിത് സംഘടനകൾക്കും ചെറിയ ഗ്രാമങ്ങളിലൊക്കെ ചെറിയ സ്വാശ്രയ സംഘം കൂട്ടായ്മകളുണ്ട്. അത്തരം കൂട്ടായ്മകൾ കൂടെ കൈമാറിക്കൊണ്ട് കേരളത്തിൽ ഒരു ഉജ്ജ്വല പോരാട്ടം നടത്താൻ കഴിയട്ടെ. അതിനുള്ള ഒരു പരിശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവട്ടെ. എന്നാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ഈ സംരംഭത്തോട് ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. രാജൻ മാഷ്, ദിലീഷ്, സന്ദീപ്, പയസ്, രാജപ്പൻ, ബാക്കിയുള്ളവരുടെ അഭിപ്രായം കൂടി വരട്ടെ വേഗം. പെട്ടെന്ന് വാ. എല്ലാരും മൈക്ക് ഓണാക്ക്. ബാക്കി ഈ സംസാരിക്കാത്തവർ മൈക്ക് ഓണാക്ക്. ഹലോ ഗോപിദാസ് ഒന്നും വരണില്ലേ? രാമൻ സാറേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാതെ. സാറേ ഞാനുണ്ട്, ഞാനതെല്ലാം കേട്ടോണ്ടിരിക്കും. നമ്മള് ആദ്യമായിട്ട് നവമാധ്യമങ്ങളിലൂടെയാണ് ഇത് കുറച്ചും കൂടി നമുക്ക് ഇതൊന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. നമ്മളുടെ കാര്യങ്ങൾ ഒന്ന് എന്തോ നവമാധ്യമങ്ങളിലൂടെ കൂടെ സാറ് പറഞ്ഞ പോലെ ഈ 24 ചാനൽ, അതുപോലെ തന്നെ പത്രമാധ്യമങ്ങള് അതേപോലെയൊക്കെ ചെയ്തിട്ട് ഇതിന് ഒരു എന്താ പറയുക നല്ലൊരു രീതിയിലുള്ള പബ്ലിസിറ്റി വന്ന് അതോടുകൂടി തന്നെ നമ്മളുടെ സാറുമാർ പറഞ്ഞതുപോലെ ഇതിന് നല്ലൊരു ഇത് എടുത്തിട്ട് ചീഫ് മിനിസ്റ്റർക്ക്, പ്രൈം മിനിസ്റ്റർക്ക്, അതുപോലെ തന്നെ നമ്മളുടെ SC/ST ഇതിന്റെ ഡൽഹിയിലുള്ള ഓഫീസിലേക്ക് സാറുമാർക്കെല്ലാം അയച്ചു കൊടുത്തുകൊണ്ട് നമ്മളുടെ നമ്മളിവിടെയുള്ള MLA-മാർ അതാത് ഡിസ്ട്രിക്റ്റിലുള്ള MLA-മാർക്ക് അതാത് ഡിസ്ട്രിക്റ്റിലേക്ക് ചാർജ് ഉള്ളവർ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോ എന്താ പറഞ്ഞ നമ്മളുടെ ഇന്ത്യൻ മിനിസ്റ്റർ പറയുന്നത് പഞ്ചായത്ത് തലത്തിൽ കൂടെ തന്നെ അല്ല, പഞ്ചായത്ത് തലത്തിൽ കൂടെ ഇത് ഉൾപ്പെടുത്തി കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പഞ്ചായത്ത് ഓഫീസ് മുഖാന്തരം അവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് സെക്രട്ടറി, അതുപോലെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് വേണം പോകാൻ. എന്നാൽ താഴേക്കടയിൽ നിന്നും മെല്ലെ മേലേക്കടയിലേക്ക് എത്തിക്കാനുള്ള ഒരു നല്ലൊരു ഗുണം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അവിടെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഇതൊരു പ്രശസ്തിയിലെത്തും. ഇതിന് പ്രശസ്തിയല്ല, മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് നമുക്കത് വലിയൊരു എന്താ പറയാ മാധ്യമം പോലെ തന്നെ എല്ലാവരും അറിയാൻ കഴിയും. പിന്നെ ഈ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയൊക്കെ നിരന്തരമായി വരികയാണെങ്കിൽ അതിന് ഒന്നുകൂടി പ്രയോറിറ്റി കിട്ടും എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ നമ്മള് എത്രയും പെട്ടെന്ന് തന്നെ, കാരണം ഇപ്പൊ നമ്മളിപ്പോ തൂക്കുകയറിന്റെ മുമ്പിലാണ്. ഇപ്പൊ നമ്മളെ അഡ്വക്കേറ്റ് സാർ പറഞ്ഞ പോലെ തൂക്കുകയറിന്റെ മുമ്പിലാണ്. 7 അംഗ കമ്മിറ്റി എന്ത് പറയുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോ അടുത്തുള്ളത്. അതിന് മുമ്പേ നമ്മൾ ഒരുപടി മുന്നോട്ട് കാൽവയ്പ് നടത്തേണ്ടതുണ്ട്. അതെല്ലാം അവര് ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതിനു മുമ്പേ നമ്മൾ നന്നായി ഒന്ന് കരഞ്ഞാൽ കാര്യം നടക്കുന്നല്ലാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഒന്നിച്ച് നിന്നിട്ട് പണ്ടൊരു ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ എല്ലാവരും ഒന്നിച്ച് കൈ പിടിച്ച് കോർത്ത് പിടിച്ചു കഴിഞ്ഞാല് നമുക്ക് ഏറെക്കുറെ സക്സസ് ആവാൻ തന്നെ സാധ്യതയുണ്ട്. കാരണം എല്ലാവരുടെയും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ആയാലും അവരുടെ ഉന്നമനം എന്താ വെച്ചാൽ നമ്മൾ കൂട്ടായി നിന്ന് കഴിയുമ്പോൾ അവർക്കും വോട്ടാണ് പ്രധാനം സാറേ. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കുന്നു എന്നുള്ളൊരു പ്രതീതി വരുത്തണം. അതിന് നവമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഇതിന് ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ദിലീഷ് സാറൊന്നും പറഞ്ഞില്ല. ദിലീഷ് സാറേ, ദിലീഷ് പോയോ? ദിലീഷ്, രാജൻ മാഷേ, നിങ്ങൾ അവിടെ ഇവിടെ ഇരുന്ന് സംസാരിച്ച കാര്യം നടക്കുകയല്ലേ? അതിനല്ലേ നിങ്ങൾക്ക് 2, 3, 4 ചാൻസ് തന്നില്ലേ? രാജൻ മാഷേ, റോബിൻ വർഗീസ്,
രാജമാഷേ, ആരെങ്കിലും സംസാരിക്കുന്നു ഇനി? ബാലൻ സാറേ, ഹലോ, വിട്ടുപോയോ? അത് ലെഫ്റ്റായി പോയെന്ന് തോന്നുന്നു. ഇനി ആരെങ്കിലും സംസാരിക്കുന്നോ? ഇല്ലേ നിർത്താം. മൊത്തത്തിലുള്ള അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് നടേശൻ സാറ് സംസാരിച്ചവർക്ക് വീണ്ടും വീണ്ടും മൈക്ക് ഓണാക്കാതെ, ഈ സംസാരിക്കാത്തവർ ഓണാക്കി സംസാരിക്കട്ടെ. വേറെ ആരും ഓണാക്കുന്നില്ല, നിർത്താം. നടേശൻ സാറേ എന്ത് പറയുന്നു? സംസാരിക്കാത്ത ആരെങ്കിലും മൈക്ക് ഓണാക്കുന്നോ? ഹലോ, ഒന്നും കേൾക്കുന്നില്ല. വല്ല സംസാരിക്കുകയാണോ ഇപ്പൊ? ഇല്ല, ആരും സംസാരിക്കുന്നില്ല. എല്ലാ അഭിപ്രായങ്ങളും കൂടി ക്രോഡീകരിച്ചുകൊണ്ട് ഇതിന് അവസാനമായിട്ട് നടേശൻ സാർ ഒരു അഭിപ്രായം പറയണം. ഇവിടെ വയനാട് ജില്ലയിലെ ഹെഡ് പോസ്റ്റ് ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ജില്ലാ ആസ്ഥാനം എന്ന നിലക്ക് കൽപ്പറ്റയിൽ കേന്ദ്ര ഗവൺമെന്റിന് കത്തൊഴിക്കുന്ന ഒരു സമര പരിപാടി മണിയപ്പൻ സാർ. നടേശൻ സാറെ വൈൻഡപ്പ് ചെയ്യാം. വേറെ ആരും ഒന്നും പറയുന്നില്ലല്ലോ. അല്ല, അക്കാര്യത്തില് നമുക്ക് അടിയന്തരമായിട്ടുള്ള തീരുമാനം മോളിലുണ്ടാവും. എന്ത് ചെയ്യണമെന്നുള്ള സംഘടനാ ചർച്ചയിൽ ഇട്ടാ പോരെ? നമ്മുടെ എല്ലാ ജില്ലാ കമ്മിറ്റികളോടും വിജിലന്റായിട്ട് നിൽക്കാൻ നമ്മൾ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സംഘടനാപരമായി സംസാരിക്കാൻ നമുക്ക് തൽക്കാലം നിർത്താം. അവിടെ പറയുന്ന കട്ടായി പോകുന്നില്ല. അങ്ങനെ പറഞ്ഞാ പോരെ? ഹലോ, ശരി, അപ്പൊ നിർത്തുകയാണ്. സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ സംഘടനാപരമായി തന്നെ ചെയ്യുക. ഓക്കെ, സർ വൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കുക. നമുക്ക് നേരിട്ട് സംസാരിക്കാം. അതാ ഞാൻ പറഞ്ഞത്. മറ്റ് കാര്യങ്ങൾ, നടപടിക്രമങ്ങൾ എന്ത് ചെയ്യാം, സംഘടനാപരമായി സംസാരിക്കാം. അതിനെക്കുറിച്ച് ഓക്കെ. അപ്പൊ ഓഫി നിർത്തട്ടെ. ബാലൻ സാറേ, യോഗം പറയൂ, കേക്കാം സാറേ. എന്റെ നെറ്റ് ഡൗൺ ആയി. നെറ്റ് ഡൗൺ ആണ്. ശരി പറയൂ സന്ദീപേ, പറയൂ കേക്കാം. ഹലോ, എല്ലാവരുടെയും അഭിപ്രായം മാനിക്കുന്നു. പക്ഷെ നമുക്ക് ഈ സോഷ്യൽ മീഡിയ വഴി നമ്മുടെ ഈ പ്രചരണം നടത്തിയിട്ട് അതിന്റെ റിസൾട്ട് നോക്കാം. എന്നിട്ട് നമുക്ക് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് നീക്കാം. പക്ഷെ ഈ വിവരാവകാശ നിയമത്തിൽ ഈ ലിങ്ക് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതിൻ്റെ അകത്ത് 200 ശിക്ഷോളം ആള് ഉള്ളപ്പോഴും നമ്മൾ ഇതിൻ്റെ അകത്ത് 13 പേരാണ് വന്നിട്ടുള്ളൂ. ഇതിന്റെ ഗൗരവം 13 പേര്. അപ്പൊ 13 പേരോളം ഉള്ളൂ. അപ്പൊ ഇത് വെച്ച് നമുക്ക് സോഷ്യൽ മീഡിയയിൽ വരുന്ന റിസൾട്ടുകൾ നോക്കിയിട്ട് നമുക്ക് ബാക്കി ഭാഗങ്ങളെ ഇതെല്ലാവരും അനുഭവിക്കുന്നതാലോ. പക്ഷെ മറ്റുള്ളവർ നോക്കി നിൽക്കുവാണ് ഉണ്ടാകുന്നത്. പക്ഷെ നമ്മുടെ ഭാഗത്ത് ഇടുക്കിയുടെ ഭാഗത്ത് എന്ത് എല്ലാ സഹകരണവും ഉണ്ടാവും സാറേ. ശരി സാറേ. നമ്മുടെ രാജമാഷ് വരുന്നുണ്ട് കേട്ടോ. സാറേ പറയൂ സാറേ. എന്റെ നെറ്റ് ഡൗൺ ആയിരിക്കും. സാർ സംസാരിച്ചു കൺക്ലൂഡ് ചെയ്യാം. ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവാ. അപ്പൊ ഒരാള് വിളിച്ചിട്ട് കേറാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ അങ്ങോട്ടേ ഞാൻ വിളിക്കാം കേട്ടോ. നമുക്ക് വളരെ ഗൗരവമായിട്ട് സംസാരിക്കാം നമുക്ക്. ഓക്കെ. രാജേഷാദേ, മൈക്ക് ഓൺ ആക്കിയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞേ കേക്കട്ടെ. ഹലോ സാറേ. പറ. കൊറേ നമുക്കതിന്റെ ഗ്രൂപ്പായിട്ട് നല്ലൊരു പ്രവർത്തനം ചെയ്യണം. അതിന് ആദ്യമായിട്ട് ഒരു കണ്ടന്റ് തയ്യാറാക്കിയിട്ടേ വാട്സപ്പ് ഗ്രൂപ്പ് മെയിനായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ആണല്ലോ ഇപ്പം
ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഉം. അതിപ്പോ നിലവിലുള്ള ഒരു നല്ലൊരു മാറ്റർ തയ്യാറാക്കിയ ശേഷം അത് ഷെയർ ഇപ്പൊ നിലവിലുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാം. ഉം. അത് പരമാവധി മറ്റുള്ള ഓരോ ആളുകൾ തരുന്ന മെസ്സേജിനും മറുപടി എന്ന നല്ല രീതിയിൽ ഇങ്ങനെ ഒരു മറുപടി കൂടെ നമ്മൾ അത് സെൻഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോയിക്കോളും. ഉം. അതിൽ നമ്മളോട് അഭിമുഖ്യമുള്ള ആളുകളായതുകൊണ്ട് ചിലപ്പോൾ അത് ഷെയർ ചെയ്തിട്ട് ഇതിന്റെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. ഉം. മാത്രല്ല ഇപ്പൊ സാറ് പറഞ്ഞ പോലെ കേരളത്തിലെ 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് തിരുവനന്തപുരം സെന്റർ ആയിട്ട് ഒരു ബേസ്ഡ്, കോഴിക്കോട് ബേസ്ഡ് 3 ഗ്രൂപ്പായിട്ട് നിന്നുകൊണ്ട് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിക്കുന്നു. ഉം. അതാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഉം. പിന്നെ നിങ്ങൾ സന്ദീപും രാജൻ സാറും കൂടെ ബാക്കി സാറുമാര് കൂടി തീരുമാനിക്കുന്നതനുസരിച്ചുള്ള സഹായ സഹകരണങ്ങൾ നമ്മളെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. സന്ദീപും രാജമാഷും വാട്സപ്പിലൊന്ന് പറഞ്ഞേ. മാറ്റർ നല്ല എന്താ പറയാ കാര്യമായിട്ട് തന്നെ തയ്യാറാക്കേണ്ടതുണ്ട്. അത് ഒരു ദിവസം ഇരുന്നിട്ടാണെങ്കിലും അല്ല, അത് നമുക്ക് ചെയ്യുമ്പോ അത് വക്കീലന്മാരെ അത്രയ്ക്കും ഒരുമിച്ചിരുന്ന് തയ്യാറാക്കാം. നോ പ്രോബ്ലം. എങ്ങനെ നമുക്ക് 2-3 വക്കീലന്മാർ ഒരുമിച്ചിരുന്ന് തയ്യാറാക്കും. നോ പ്രോബ്ലം. നമ്മളിൽ ഒരു വിഭാഗം, നമ്മുടെ ജനതയിൽ തന്നെ ഒരു ഓക്കെ ഈ സാമ്പത്തിക സംവരണത്തെ അനുകൂലിക്കുകയാണല്ലോ. വരാം. അതായത് ശരി. സന്ദീപും രാജമാഷും ഒരു കാര്യം ചെയ്യും, നമുക്കിത് കട്ട് ചെയ്യാം. ഞാൻ വാട്സപ്പിൽ അങ്ങോട്ട് വിളിക്കാം, പോരെ? ഓക്കെ അല്ല അത് വേണം. കട്ട് ചെയ്ത് വാട്സപ്പിൽ വിളിക്കാം, പോരെ? നമുക്ക് 3 പേർ കൂടെ ഒന്ന് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ സാർ. ഓക്കെ. എന്റെ അഭിപ്രായം ഇത്രയൊക്കെയാണുള്ളത്. മണിയപ്പ സാറേ മണിയപ്പ സാറേ പോയോ? മതി. ശരി. ഓക്കെ കട്ട് ചെയ്യട്ടെ. അത് ശരി.